ചോദ്യകർത്താവ് ഇങ്ങോട്ട് ഇരുന്നോട്ടെ കേട്ടാ. ആരല്ലേ? ഒരാളേ ഉള്ളൂ. ഇങ്ങോട്ടിരുന്നോളി. ആ, അസ്സലാമു അലൈക്കും. ആരാണ്? നിങ്ങളാ ചോദിക്കുന്നത്? ഇങ്ങോട്ട് കാണാനോ? എന്റെ പേര് ഷബീർ. ഇങ്ങോട്ട് ഇരുന്ന് ചോദിച്ചോളൂ. സായദേ, നിങ്ങൾ വലിയ കാവി ഇമ്പിച്ചിക്കോയ തങ്ങളുടെ ഖുർആൻ പരിഭാഷ അംഗീകരിക്കുന്നു? ഇതാ ചോദ്യം. നിങ്ങളുടെ പോണത് കസാര ഇരുന്നോളി. പോല കസാല ഇരുന്നോളൂ. എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഇരുന്ന് സൗകര്യത്തിനോട് പറയാം. ഇരിക്കുക. ആയിക്കോട്ടെ. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ കോഴിക്കോട് വലിയ ഖാദിയായിരുന്ന, അങ്ങനെയാ വേണ്ടത്, ഇപ്പം വലിയ ഖാദിയല്ല, മുമ്പ് മരണപ്പെട്ടുപോയി, ഇമ്പിച്ചിക്കോയത്തങ്ങൾ കേട്ടാ. കോഴിക്കോട് വലിയ ഖാദിയായിരുന്ന മഹാനായ ഇമ്പിച്ചിക്കോയത്തങ്ങൾ എഴുതിയ ഖുർആൻ വ്യാഖ്യാനം എന്ന് വെച്ച പരിഭാഷ എന്ന് വെച്ച് ഖുർആൻ വ്യാഖ്യാനം. അദ്ദേഹം ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ മഹാന്മാരുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് അദ്ദേഹം വ്യാഖ്യാനം ഉദ്ധരിച്ച് ഗ്രന്ഥം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതെ, നിങ്ങളോട് നേരത്തെ പറഞ്ഞു മഹാന്മാരോട് സഹായം തേടാമെന്ന്. എന്നാൽ ഖുർആൻ നിങ്ങളോട് പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നുവെന്ന് മഹാനായ ഇമ്പിച്ചിക്കോയ തങ്ങൾ അതിന് എഴുതിയ പരിഭാഷ നിങ്ങൾ കാണണം. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അതിന്റെ വ്യാഖ്യാനമായി അദ്ദേഹം എഴുതുന്നത് നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്ന ഏകനായ അല്ലാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അല്ലാഹുവിനോട് മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ മറ്റൊരു രൂപവുമാണെന്ന് സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങള്, ഞങ്ങളുടെ പണ്ഡിതനല്ല നിങ്ങളുടെ പണ്ഡിതനാണ്, നിങ്ങളുടെ പണ്ഡിതൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ നിങ്ങളൊന്ന് പറയും. മോനെ നല്ല നിലക്ക് ബേജാർന്ന് കണ്ടിട്ട് നല്ല സൗകര്യമായിട്ട് ഇരിക്കുക. ഇങ്ങനെ എന്തിനാ നിന്ന് പ്രയാസപ്പെടണ്ടെന്ന് വെച്ചിട്ടാ ഇരുന്നിട്ട് ചോദിച്ചോന്നൊക്കെ പറയണത്. ഇമ്പിച്ചിക്കോയ തങ്ങൾ പറഞ്ഞതിന് ഇമ്പിച്ചിക്കോയ തങ്ങൾ തന്നെ കൃത്യമായി മൂപ്പർ വായിച്ചാലൊക്കെ മൂപ്പർക്ക് മറുപടിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് പറഞ്ഞാലേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ കസാലയിൽ ഇരിക്കുമെന്ന് പറയണത്. നിങ്ങൾ അടുത്ത ചോദ്യത്തെ ശ്രദ്ധിക്കുന്നതിന് പകരം ഇരിക്കടോ എവിടെ പോണത്, ഇനി വരി, ഒരു 4-5 കസാല ഇട്ട് കൊടുക്കുക. പിന്നെ എങ്ങനെ പറയാം, ഞാൻ പറഞ്ഞാൽ മനസ്സിലാണ്ടേ. നിങ്ങൾ ഇങ്ങോട്ട് വരി. എന്നായിക്കോട്ടെ, അവർക്ക് ഇരിക്കാൻ പ്രയാസമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ഇമ്പിച്ചിക്കോയ തങ്ങൾ എന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. എന്നിട്ട് അദ്ദേഹം പറയാൻ, സൃഷ്ടിക്കുന്നവനും പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമെല്ലാം അല്ലാഹുവാണ്. അവനെ മാത്രമേ ആരാധിക്കാൻ പറ്റുകയുള്ളൂ, അവനിക്ക് മാത്രമേ ആരാധന ചെയ്യാൻ പറ്റുകയുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥന പറ്റുകയുള്ളൂ. അതാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ പ്രാർത്ഥന എന്നർത്ഥത്തിലുള്ള സഹായതേട്ടം, സഹായം സൃഷ്ടിച്ച് സഹായിക്കുക എന്നർത്ഥത്തിലുള്ള സഹായതേട്ടം, അതും അള്ളാഹുവിനോടേ പറ്റുകയുള്ളൂ. ഇപ്പൊ മൗലവി എന്നോടിപ്പോ ചോദിച്ചു, അല്ലെ ചോദിച്ച കുട്ടി ആയിക്കോട്ടെ, അദ്ദേഹം ആരാണെങ്കിലും, മൗലവി ആണെങ്കിലും മുസ്ലിയാറാണെങ്കിലും സാധാരണക്കാരാണ് ആരാണെങ്കിലും, എന്നോടൊരു സഹായം ചോദിച്ചു, ഒരു ഇൽമ ചോദിച്ചു. ഞാൻ എന്റെ സുഹൃത്ത് റഹീം ഫൈസിനോട് ഒരു ഗ്ലാസ് വെള്ളം തരാൻ വേണ്ടി സഹായം ചോദിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചോനെ നിന്നോടേ സഹായം തേടുകയുള്ളൂ, പടച്ചോനെ നിന്നോടേ സഹായം തേടുകയുള്ളൂ എന്ന് പറയുന്ന ആയത്തിനെതിരാണോ ഞാൻ റഹീം ഫൈസിനോട് സഹായം തേടിയത്? അല്ല, ഞാൻ എന്റെ ഭാര്യയോട് സഹായം തേടി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ, നിനക്ക് മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഭാര്യയോട് സഹായം തേടിയാൽ, മൈക്ക് ഓപ്പറേറ്ററോട് സഹായം തേടിയാൽ, ബഹുമാനപ്പെട്ട യമാനി ഉസ്താദിനോട് അസീസ് യമാനിയോട് സഹായം തേടിയാൽ, എന്റെ പൊന്നുമോനെ ഇരിക്കുമോനെ, ഈ പിരാന്തം കളിക്കല, ഇരിക്കവിടെ, എന്തൊരു അന്തയില്ലാത്ത കളി. എനിക്ക് പറയാൻ മൈക്ക് തരും, അവിടെ ഇരിക്കുക. എന്തിനാ കളിക്കണത്? ഞാൻ പറഞ്ഞ് തിരിയാനാ, ഞാൻ പറഞ്ഞ പോയിന്റ് മോനിക്ക് മനസ്സിലാകാനാ പറയണത്. അവിടെ ഇരിക്കുക. നിങ്ങൾ കേട്ടോളൂ. ഇയ്യാക നസ്തഈൻ, സഹായം സൃഷ്ടിച്ച് സഹായിക്കുക എന്നർത്ഥത്തിൽ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതാണ് അർത്ഥം. അല്ലാതെ
ഒരു മര്യാദയില്ലാത്ത മുജാഹിദാകാൻ പാടില്ല. മുജാഹിദുകൾക്ക് കുറച്ച് മര്യാദ ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് മുഖാമുഖങ്ങൾ നടത്താറുണ്ട്. ആ കഴിഞ്ഞ ആഴ്ച പയ്യന്നൂരിൽ ബഹുമാനപ്പെട്ട ഇസാഖ് ഫൈസ് ജോലി ചെയ്യുന്ന അസ്ഹരിയയുടെ മുറ്റത്തൊരു മുജാഹിദ് മണിക്കൂറുകളോളം ചോദിച്ചു മൈക്കെടുത്ത് വന്നിട്ട് കസാരം വന്നിരുന്ന് മാന്യമായി അങ്ങനല്ലേ വേണ്ടത്, കച്ചറൊന്നും കൂട്ടണ്ട, നിങ്ങൾ ശ്രദ്ധിക്കും. അപ്പൊ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ സഹായം സൃഷ്ടിച്ച് സഹായിക്കുക എന്ന അർത്ഥത്തിൽ. അതാണ് അവനോട് സഹായം തേടുമ്പോൾ അത് പ്രാർത്ഥനയാണ്. അതാണ് പ്രാർത്ഥന എന്ന് ഇമ്പിച്ചിക്കോയത്തങ്ങളിൽ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ആ സഹായം തേട്ടം കൊണ്ട് ഉദ്ദേശം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ആരാധനയാണ്. നേരെ മറിച്ച് നമ്മൾ പരസ്പരം സഹായം തേടുന്ന ഈ സഹായമോ, മഹാന്മാരോട് മുഅ്ജിസത്തിന്റെയോ കറാമത്തിന്റെയോ അടിസ്ഥാനത്തിൽ സഹായം തേടുന്ന സഹായമോ, അതൊന്നും ഈ ആയത്തിൽ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ എന്ന് പറയുന്ന സഹായത്തിൽപ്പെട്ട സഹായമല്ല. അത് സഹായം സൃഷ്ടിച്ച് സഹായിക്കലല്ല. അത് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധാരണ മാർഗത്തിലൂടെ സാധാരണ അള്ളാഹു നൽകുന്ന കഴിവിൽ നിന്ന് സഹായ മാർഗത്തിലൂടെ ആ സഹായതേട്ടം അതൊരിക്കലും ഇതിൽ വിരോധിക്കപ്പെട്ട സഹായതേട്ടമല്ല. നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ ഈ ഓതിയ ആയത്ത് മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണ്, അത് ആരാധനയാണെന്ന് പറയാൻ തെളിവാണെങ്കിൽ അതിൽ പറയുന്നുണ്ടോ മഹാന്മാരോട് സഹായം തേടരുത് എന്നാണെന്ന്? സാധാരണ സഹായം അസാധാരണ സഹായം ഒക്കെ പെട്ടില്ല. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു. അപ്പൊ സാധാരണ പറ്റൂ അസാധാരണ പറ്റൂല എന്നൊന്നും അവിടെ ഇല്ലല്ലോ. അങ്ങനെയല്ല. അതിനൊരു ഒറ്റ മുഫസ്സിറും ഒരു ഇമ്പിച്ച് കോയത്തങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് അവരൊക്കെ പറയുന്നത് സഹായത്തിന്റെ സ്രഷ്ടാവ്, ദാതാവ്, അതിനെ സഹായം സൃഷ്ടിച്ച് സഹായിക്കുന്നവൻ അള്ളാഹുവാൻ. ആ അർത്ഥത്തിൽ അള്ളാഹുവിനോടേ സഹായം തേടാൻ പറ്റുള്ളൂ. അതാണ് ഇമ്പിച്ച് കോയത്തങ്ങളും പറഞ്ഞത്. പൊന്നുമോൻ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് ഒന്ന് തല കൊടുത്ത് വായിച്ചാൽ ശരിക്കും മനസ്സിലല്ലേ. ഞാൻ വായിച്ച് മനസ്സിലാക്കി തരാം, സാധനം എന്നെ തന്നാൽ മതി. ഉസ്താദ് ഇപ്പം പറഞ്ഞു തൊട്ടടുത്തുള്ള ഉസ്താദിനോട് സഹായം തേടിയാൽ അത് ശിർക്കാവും. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല ഞാൻ എവിടെയും. പക്ഷെ നിങ്ങൾ പറയുന്നത് പിന്നെ വലിയ എന്താ പറയാ, വലിയ കാലി ഇമ്പിച്ച് കോയ തങ്ങളുടെ പരിഭാഷ എടുത്തിട്ട് പറഞ്ഞു ഖുർആനിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ആയത്തിൽ ഹദീസിൽ ഏതെങ്കിലും ഒരു സഹീഹായ ഹദീസിൽ ലൈഫായ ഹദീസ് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. യാ ഇബാദല്ലാഹ് ഈനുനി പോലെയുള്ള ലൈഫായ ഹദീസുകൾ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ഖുർആനിൽ ഏതെങ്കിലും ഒരു വചനം ദുർവ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല. സഹീഹായ ഹദീസിലോ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാമെന്ന് എവിടെ വ്യാഖ്യാനിച്ചു? എന്നാൽ ഖുർആനിൽ പറയുന്നു നീ തേടുന്നവർ അവർ വിളി കേൾക്കുകയില്ല, എന്നാൽ അവർ വിളി കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകുകയുമില്ല. ഇമ്പിച്ച് കോയത്തങ്ങളുടെ പരിഭാഷ കൊണ്ട് ഞാൻ വായിച്ചിരുന്നു. എനിക്ക് എന്താ പറഞ്ഞാൽ തിരിച്ചു ഇപ്പൊ എവിടുന്ന വായിച്ച്? കാരണം ഇപ്പൊ ഇമ്പിച്ച് കോയത്തങ്ങളെ വായിച്ചില്ലേ? അതൊന്നും തീർപ്പായിട്ട്. രണ്ടാമത്തെ ചോദ്യം, ഖുർആനിലോ ഹദീസിലോ സഹിയ ഹദീസിലോ എവിടെയെങ്കിലും ഉണ്ടോ എന്ത് സഹായം തേടുന്നതിന്, മഹാന്മാരോട് സഹായം തേടുന്നതിന് വല്ല തെളിവുണ്ടോ? പറയാം, ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരും. മോനിക്ക് എണ്ണി പറഞ്ഞുതരും. പക്ഷേ മോനിപ്പം വായിച്ചില്ലേ ഇമ്പിച്ച് കോയത്തങ്ങളുടെ പരിഭാഷ എന്നൊക്കെ പറഞ്ഞ് നോക്കി വായിച്ചില്ലേ? ആ വായിച്ച സാധനം തരിക, തീർപ്പാക്കി തരാം. കൊടുക്ക് മെയ്ക്ക് കൊടുക്ക്. അത് തരേണ്ട ആവശ്യമില്ല ഉസ്താദ്. അതിലെന്താ ഉള്ളത്? അതിലാണ് നേരത്തെ വായിച്ചതുണ്ട്. എന്താ വായിച്ച്? ഒന്നും കൂടി വായിച്ചാട്ടെ, ക്ലിയർ ആക്കി തരാം. ആ എന്നെ തിരിയട്ടെ കട്ട ഓടയട്ടെ, കാര്യങ്ങൾ വ്യക്തമാകട്ടെ. വായിക്കൂ. അല്ലെങ്കിൽ ഞാൻ എനിക്ക് തരൂ, ഞാൻ പറഞ്ഞുതരാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. വ്യാഖ്യാനം കൊടുക്കുന്നു, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്ത ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പറ്റുള്ളൂ, അവനോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുവാൻ പറ്റുകയുള്ളൂ. പിന്നെ മറ്റൊരിടത്ത് ഇല്ല പറയുന്നുണ്ട്. ആ സാധനം നോട്ട് അത് തരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു, അത് ഞങ്ങൾക്കുള്ള പ്രൂഫ്. ഉസ്താദിന് പറഞ്ഞത് കേൾപ്പിച്ച് തന്നതിന് നിങ്ങൾ അവിടെ നിന്ന് വിശദീകരിച്ചോളാം. അല്ല, അതിനെന്താ തന്നാൽ എന്താ സംഭവിക്കാനുണ്ടോ? നമുക്ക് തരേണ്ട ആവശ്യമില്ല, നമുക്ക് തരുന്നില്ല. സൗഹൃദത്തിൽ ഇല്ല. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞുതരാം. മോനിക്ക് പറഞ്ഞുതരാം, വേണ്ട ആയിക്കോട്ടെ. അതല്ല ഓരോരുത്തരെ സാധു അറിയാത്തോണ്ട് ആയിക്കോട്ടെ, ഒരു പ്രശ്നമൊന്നുമില്ല, അതിലൊരു വിഷയമില്ല. അതിനെന്താ? ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് അർത്ഥം കൊടുത്തിട്ട് മുമ്പ് വ്യാഖ്യാനിക്കുന്ന വിശദീകരണം കൊടുക്കുന്നു എന്നിട്ട് മുമ്പ് വായിക്കുകയാണ്. എന്താ വായിച്ചത്? എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് മാത്രമേ ആരാധന അർപ്പിക്കാൻ പാടുള്ളൂ. ഞാൻ അദ്ദേഹം വായിച്ചതിന്റെ ആശയം പറയുകയാണ്. വാചകം തെറ്റിപ്പോണ്ടാന്ന് എഴുതിയിട്ട് നോക്കി വായിക്കാൻ വെച്ചിട്ട് അതൊന്ന് തെരിയെന്ന് പറയണത്. സഹായം സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാൻ.
ആ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പറ്റുകയുള്ളൂ. ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിച്ചുകൂടൂ. അപ്പൊ സഹായം സൃഷ്ടിച്ച് സഹായിക്കുക എന്ന നിലക്ക് പൊന്നുമോനോട് പറഞ്ഞുതരാം. സഹായം സൃഷ്ടിച്ച് സഹായിക്കുക എന്ന നിലക്ക് അള്ളാഹുവിനോടേ ചോദിച്ചുകൂടൂ എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സുഹൃത്തിനോട് സഹായം തേടുന്നത് അതിനെതിരല്ലല്ലോ. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് സഹായം തേടുന്നില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് എതിരാവാത്തത്? സുഹൃത്തുക്കളോട് സഹായം തേടുന്നതിൽ പെടുന്നില്ല എന്ന ആയത്തിലുണ്ടോ? ഇമ്പിച്ചിക്കോയ തങ്ങളുടെ തഫ്സീറിലുണ്ടോ? അപ്പൊ എന്താണ് പറഞ്ഞത്? ഭൗതികം അഭൗതിക മാർഗത്തിലൂടെ സഹായം തേടാൻ പാടില്ല എന്നാണ് വഹാബികൾക്കവിടെ പറയാനുള്ളത്. അങ്ങനൊന്നും ഇമ്പിച്ചിക്കോയത്തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇമ്പിച്ചിക്കോയത്തങ്ങൾ പറഞ്ഞത് സഹായം സൃഷ്ടിച്ച് സഹായിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് സ്രഷ്ടാവായ അള്ളാഹു, സ്രഷ്ടാവ് എന്നതാണ് ആരാധനക്ക് അർഹനാകാൻ മാനദണ്ഡം. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, സൂറത്തുൽ ബഖറ. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, സൃഷ്ടിച്ച അള്ളാഹു, സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹു, ആ അള്ളാഹുവിനാണ് ആരാധന അർപ്പിക്കേണ്ടത്. ആ ആരാധന എന്ന അർത്ഥത്തിലുള്ള ദുആ, സഹായതേട്ടം, അത് അള്ളാഹുവിനോടേ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മൾ പരസ്പരം സാധാരണ മാർഗത്തിലോ മഹാന്മാരോട് അസാധാരണ മാർഗത്തിലോ സഹായം തേടുന്നത് ഇതിനെതിരല്ല. എന്നെ സുഹൃത്തിന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഏതെങ്കിലും ഹദീസിലോ, ശ്രദ്ധിക്കണം, സഹീഹായ ഏതെങ്കിലും ഹദീസിലോ മഹാന്മാരോട് സഹായം തേടുന്നതിന് വല്ല തെളിവുണ്ടോ? അതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പോവുകയാണ്. മറുപടി പറയുന്നതിന് മുമ്പ് പൊന്നു സുഹൃത്തിനെ, ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച ഒരു തെറ്റ്, മുജാഹിദുകൾ പൊതുവെ മനസ്സിലാക്കി വെച്ച ഒരു തെറ്റ് ഞാൻ മനസ്സിലാക്കി തരട്ടെ. നിങ്ങൾ പറഞ്ഞു ഖുർആനിൽ, ഇൻഷാ അല്ലാഹ് ഖുർആൻ ആയത്ത് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ രണ്ടാമത് പറഞ്ഞു സഹീഹായ ഹദീസ്, യാ ഇബാദെന്ന പോലത്തെ. ഒന്ന് ശ്രദ്ധിക്കുമോനെ, നീ എങ്ങനെ ശ്രദ്ധിക്കണത്? എങ്ങനെ ശ്രദ്ധിക്കുക? മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി, ഒരാൾക്ക് ഒരു കൽബ. അവിടെ വർത്താനം പറഞ്ഞാൽ തിരിവിക്ക് ഖുർആൻ ഓതിയില്ലേ? മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി, ഒരാൾക്ക് ഒരു കൽബ, രണ്ട് കൽബില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, നല്ലതിന് ചോദ്യത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണം പൊന്നുമോൻ, സുഹൃത്ത് ശ്രദ്ധിക്ക്. നിങ്ങൾ രണ്ടാമത് പറഞ്ഞു സഹീഹായ ഹദീസ്, യാ ഇബാദെന്ന പോലത്തെ ലൈഫായ ഹദീസ് പറ്റൂല, ഇല്ലേ? അത് രണ്ട് തെറ്റ് മകനിക്ക് സംഭവിച്ചിട്ടുണ്ട്, സുഹൃത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, യാ ഇബാദല്ലാ എന്ന് പറയുന്ന ഹദീസ് അത് ലഈഫ് മാത്രമല്ല, അത് ഹസനായ പരമ്പരയിലുള്ള സ്വീകാര്യോഗ്യമായ പരമ്പരയിലും ബസാറിന്റെ റിവായത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാ റിവായത്തും ലൈഫാണെന്ന് മോൻ പറഞ്ഞത് തെറ്റാണ്. ബസാറിന്റെ റിവായത്തിൽ അത് സ്വീകാര്യയോഗ്യമാണെന്ന ഒരു റിവായത്ത് വന്നത് ആരാ ഉദ്ധരിച്ചെന്നറിയോ? ഷൗക്കാനിനറിയോ? ഷൗക്കാനി, നെഞ്ചത്ത് കൈകെട്ടാൻ പഠിപ്പിച്ച ഷൗക്കാനി, മുജാഹിദുകൾക്ക് നെഞ്ചത്ത് കൈകൊട്ടാൻ പഠിപ്പിച്ച ഷൗക്കാനി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാകിരീനിൽ ആ റിവായത്ത്, സ്വീകാര്യയോഗ്യമായ റിവായത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, മുജാഹിദിന്റെ ഇന്നത്തെ യുവപ്രഭാഷകൻ ജക്കരിയ സലാഹി ഡോക്ടറേറ്റ് നേടിയത് അൽബാനിന്റെ പുസ്തകം വായിച്ചിട്ടല്ലേ? ആ അൽബാനിന്റെ സിൽസിലത്തുൽ അഹാദീസുൽ ലഈഫ എന്ന് പറയുന്ന 50ഓളം വാല്യങ്ങളുള്ള ഗ്രന്ഥത്തിലെ രണ്ടാം വാല്യത്തിൽ 111-ാമത്തെ പേജിലും 112-ാമത്തെ പേജിലും ഈ ഹദീസ് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപാട് പരമ്പര ലഈഫാണെങ്കിലും ഒരു പരമ്പര ബസാറിന്റെ റിവായത്തിലൂടെ വന്ന ആ പരമ്പര സ്വീകാര്യോഗ്യമാണ്, തള്ളേണ്ടതല്ല. രണ്ട്. മോന് മനസ്സിലാക്കേണ്ടത്, മോനിക്കാവൊന്നും അറിയില്ലായിരിക്കും, മുജാഹിദൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ കാര്യം കേൾക്ക്, എനിക്ക് പറയാനുള്ള മേയ്ക്ക് പറഞ്ഞോ. മൂന്നാമത്തെ കാര്യം, സഹീഹല്ലാത്തതൊന്നും സ്വീകരിക്കൂല എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൂടി പറഞ്ഞുതരാം. എന്തുകൊണ്ടെന്നറിയോ? ഹസൻ എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. നിങ്ങൾ ലൈഫ് തള്ളിക്കോളി. ഹസൻ, സഹീഹല്ല ലൈഫല്ല, ഹസൻ. ഈ ഹദീസ്, ഹസനായ ഹദീസ് സ്വീകാര്യമാണെന്ന് മുജാഹിദിന്റെ ബുക്ക് എന്റെ കയ്യിലുണ്ട്. മുജാഹിദ് പറഞ്ഞ ബുക്ക്. ഇനി സർവ കിതാബുകളിലും സഹീഹിന്റെ മഅന പറയുന്ന, ലഈഫിന്റെ മഅന പറയുന്ന, ഹസനിന്റെ മഅന പറയുന്ന എല്ലാ ഇമാമിങ്ങളുടെ ഗ്രന്ഥത്തിലും ഏറ്റവും ചുരുങ്ങിയത് മിസ്കാത്തിന്റെ മുഖദ്ദിമയിൽ വരെ, ഇബ്നു ഹജർ അസ്ഖലാനിയുടെ നുഖ്ബത്തുൽ ഫിക്റിൽ വരെ, ഇമാം ഷാഫി അടക്കമുള്ള സർവ്വ ഇമാമുകളും പറയുന്നു ഹസനായ ഹദീസ് ഹുജ്ജത്താണ്, അത് തെളിവിന് യോഗ്യമാണ്. അപ്പൊ അതുകൊണ്ട് ലൈഫ് പറ്റൂല എന്ന് പറഞ്ഞ തള്ളിക്കോളി. ഹസൻ എന്ന് പറയുന്ന ഒരു കിസ്മ് അതും കൂടി മോൻ അംഗീകരിക്കണം. രണ്ട്. ഇനി മൂന്നാമത്തെ വിശദീകരണം ശരിക്കും ശ്രദ്ധിച്ചോളൂ. അദ്ദേഹം ചോദിച്ചത് ഒരു ഹദീസ് വേണമെന്നല്ലേ, സഹീഹന്നെ വേണമെന്നല്ലേ? സഹീഹന്നുണ്ട്, ആയത്തുണ്ട്, പിന്നെ നമ്മൾ ഹസനിലേക്കും ലൈഫിലേക്കൊന്നും കിടക്കണ്ടില്ലല്ലോ. കേട്ടോളൂ, മോൻ ശ്രദ്ധിച്ചോളൂ. ഉദ്ധരിക്കുന്ന ഹദീസ് ആരൊക്കെയാ ഉദ്ധരിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്,
മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തന്റെ ഫത്തുഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നു. ഹദീസ് കേട്ടോളൂ, എവിടെയൊക്കെ ഉള്ളതെന്ന് ആദ്യം പറയുന്നത്. ഫത്തുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നു, ആ ഹദീസ് സഹീഹാണ്. മോനിക്ക് പെണ്ണ് വേണം, എഴുതിയെടുക്കാൻ വേണം, നോട്ട് ബുക്ക് വേണം, ഒക്കെ വേണം തരാം, കേട്ട് പഠിച്ചോളൂ. ഫത്തുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നു അത് സഹീഹാണ്. ഇബ്നു അബീ ശൈബ എന്ന് പറയുന്ന ലോകപ്രസിദ്ധ മുഹദ്ദിസ് അവിടുത്തെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നു, എന്നിട്ട് പറയുന്നു സഹീഹാണ്. ഇബ്നു തൈമിയ്യന്റെ അരിമശിഷ്യൻ ഇബ്നു കസീർ, ഹാഫിൽ ഇബ്നു കസീർ, ലോകപ്രസിദ്ധ പണ്ഡിതൻ, ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമാക്കി ഇബ്നു കസീർ. ആ ഇബ്നു കസീറിന്റെ വിശ്വവിഖ്യാത ഗ്രന്ഥമായ അൽ ബിദായത്തു വന്നിഹായിൽ ഞാൻ പറയാൻ പോകുന്ന ഹദീസ് ഉദ്ധരിക്കുന്നു. ഉദ്ധരിച്ചിട്ട് പറയുന്നു ഹാദാ ഇസ്നാദുൻ സഹീഹ്, അത് സഹീഹായ ഇസ്നാദാണ്. ഇനി അതിന്റെ റിപ്പോർട്ടർമാരെ കേട്ടോളൂ. ആരൊക്കെയാണ്? അബൂ മുആവിയ, 2 അനിൽ അഅ്മശ്, 3 അൻ അബീ സ്വാലിഹിൻ, 4 അൻ മാലിക് ദാർ വകാന ഖാസിന ഉമറ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖാസിനായ മാലിക് ദാർ. എന്താ പറയാൻ പറ്റുന്നത് കേട്ടോളൂ. എന്താണ്? ഖാല അസാബ الناس قحط في زمن ഉമറ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ജനങ്ങൾക്ക് വലിയ വരൾച്ച ഉണ്ടായി. കേട്ടോളൂ. فجاء رجل الى قبر النبي صلى الله عليه وسلم, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. ഒരു സഹാബി അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്തേക്ക് വന്നു. ഫഖാല, വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, വഫാത്തായ നബിയോട്, ഇസ്തസ്ഖിലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ, ഇവിടെ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടുണ്ട് നബിയേ, നാശത്തിന്റെ വക്കിലാണ് ഉമ്മത്ത് നബിയേ, അതുകൊണ്ട് ഈ ഉമ്മത്തിന് വെള്ളം വാങ്ങിച്ചു തരൂ നബിയേ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാൾ വന്ന് പറയുന്നു. ഫഅതർ റജുല, റസൂലുള്ള ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നു, ഫിൽ മനാമി, ഉറക്കത്ത്. അദ്ദേഹം പിന്നീട് ഉറങ്ങിയപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ കാണുന്നു. ഫഖീല ലഹു, അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് പറയുന്നു, ഈതി ഉമർ, ഭരണാധികാരി ഖലീഫ ഉമറിന്റെ അടുത്തേക്ക് ചെല്ല്, ഫഖരിഹു സലാം, എന്റെ അസ്സലാമു അലൈക്കും മൂപ്പരോട് പറയ്, വഅഖ്ബിറുഹു, എന്നിട്ട് ഉമറിനോട് പറയ്, അന്നഹും മുസ്ഖൂൻ, വെള്ളം ഇങ്ങക്ക് കിട്ടും എന്ന് പറയേ. ഈ വെള്ളം കിട്ടുമെന്ന് പറയ് എന്ന് ഈ സഹാബി ഈ മനുഷ്യനോട് ഉറക്കത്തിൽ വന്ന് പറഞ്ഞത് അത് ഉറക്കത്തിലാ. അതിന് മുമ്പുള്ളത് അത് സ്വപ്ന എന്ന് പറഞ്ഞ് തള്ളൂന്നും വേണ്ട നിങ്ങൾ, ഇത് സഹീഹായ സംഭവമാണ്. അതിന് മുമ്പുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോയി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സഹാബികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ വെള്ളക്ഷാമം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയേ, ഇസ്തസ്ഖിലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ യാ റസൂലല്ലാഹ്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് അബൂ മുആവിയ, അനിൽ അഅ്മശ്, അൻ അബീ സ്വാലിഹിൻ, അൻ മാലിക് ദാർ, 4 ആളുകൾ. ഈ 4 ആളുടെ റിപ്പോർട്ടും അവരാരാണെന്ന് ചരിത്രത്തിന്റെ അടുത്തുണ്ട്. ഈ സംഭവം സഹീഹാണെന്ന് ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫിൽ, ഈ സംഭവം സഹീഹാണെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്തുൽ ബാരിയിൽ, ഈ സംഭവം സഹീഹാണെന്ന് മഹാനായ ഹാഫിൽ ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായിൽ. അപ്പൊ ഹദീസ് ഉണ്ടോ ആയത്തുണ്ടോ എന്ന് ചോദിച്ചതിന് സഹീഹായ സംഭവം, സഹീഹായ ഹദീസ് ഞാനിതാ ഉദ്ധരിച്ചിരിക്കുകയാണ്. മറുപടി പറയണം. ഇതിനെപ്പറ്റി ഇപ്പം പറയണം കേട്ടാ, ഇപ്പം പറയണം. സംഭവം ഉണ്ടോന്ന് ചോദിച്ചല്ലോ അല്ലെ. സംഭവം ഇത്രയും ടൈം എടുത്ത് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ സംഭവത്തെ പറ്റി ഇത് സ്വീകരിക്കൂലേ? സ്വീകരിക്കാമെങ്കിൽ പിന്നെ നാളെ മുതൽ മുജാഹിദുകളും തുടങ്ങി നമുക്ക് പോവുക ഖബറിന്റെ അടുത്ത് അല്ലേ? സ്വീകരിക്കൂല എന്തുകൊണ്ട് അത് പറയണം. ഖുർആൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. എന്താ അന്തയില്ലാത്ത വർത്തമാനം പറയണത്? ഖുർആൻ പറഞ്ഞല്ല ചോദിച്ചത്, അവിടെ ഇരിക്കട്ടെ. അത് വേറെ മൂന്നാമത്തെ ചോദ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇസ്തസ്ഖിലി ഉമ്മത്തിക്, നിങ്ങളെ ഉമ്മത്തിന് വെള്ളം വേണം, മഴ വാങ്ങിച്ചു തരണം നബിയേ. റസൂലുള്ളാഹിനോട് വഫാത്തായ നബിനോട് വെള്ളം ചോദിക്കുന്ന മഴ അള്ളാഹിനോട് ചോദിക്കണ്ടല്ലേ വഹാബിന്റെ ഭാഷയിൽ? ഇത് സഹീഹാണെന്ന് ഇബ്നു തൈമിയ, വഹാബികളുടെ നേതാവ് ഇബ്നു തൈമിയ, അദ്ദേഹത്തിന്റെ അരിമശിഷ്യൻ ഹാഫിൽ ഇബ്നു കസീർ, 1,00,000 ഹദീസ് മനപ്പാടാക്കിയ ഹാഫിൽ എന്ന് പറയാ, ഖുർആൻ മനപ്പാടാക്കിയല്ല, ഹാഫിൽ
ഹാഫിൽ. ഹദീസിന്റെ സാങ്കേതികത്തിൽ ഖുർആൻ മനപ്പാടാക്കിയാക്കോ ഹാഫിൽ എന്ന് പറയട്ടോ. ഇവിടെ 1,00,000 ഹദീസ് മനപ്പാടില്ല. ഹാഫിൽ ഹാഫിൽ. ഇബ്നു കസീർ പറയുന്നു സഹീഹാൻ. നിങ്ങൾ സഹീഹ് ചോദിച്ചോണ്ടാ പറഞ്ഞത്. ഇബ്നു അബീ ശൈബ പറയുന്നു സഹീഹാൻ, ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു സഹീഹാൻ. അത് റിപ്പോർട്ട് ചെയ്ത റാവിമാരെ മുഴുവനും ഞാനിവിടെ വായിച്ചു. ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങൾ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ കംപ്ലൈന്റ് ഇല്ലെങ്കിൽ ഈ ഹദീസ് സ്വീകാര്യമാണ്. അപ്പൊ നമുക്ക് തുടങ്ങണം, മുജാഹിദുകൾ ഇന്ന് തുടങ്ങണം. നമുക്ക് ഖബറിന്റെ അടുത്ത് ഇപ്പം പോകണം. ഇത് സ്വീകാര്യമല്ലെങ്കിൽ എന്തുകൊണ്ട് പറയണം. ഇതിൽ ഉസ്താദ് പറഞ്ഞ് നബി അദ്ദേഹം പ്രാർത്ഥിച്ചത് നബിനോട് സഹായം തേടുത്ത് നബി കേട്ടു, എന്നിട്ട് ഉറക്കത്തിൽ ഒന്ന് പറഞ്ഞു നോക്കിയ. പക്ഷെ ഖുർആൻ നിങ്ങളോട് പറയുന്നു കേൾക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഖുർആനെ നോക്ക്. ഏറ്റവും വലുത് ഖുർആനും ഹദീസും ഇല്ലടോ. ഞങ്ങളോട് ഖുർആൻ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ ബാധകല്ല. ഉമർ റളിയല്ലാഹു അൻഹു അല്ലാതെ ഈ സ്വപ്നം കണ്ടത് സ്വപ്നമല്ല കുട്ടി. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മണ്ടത്തരം മനസ്സിലാക്കുന്ന അക്കല് വേണം. എനിക്ക് തലയുണ്ട കുറച്ച്. സ്വപ്നമല്ല പറയണത്. നിങ്ങൾ ശ്രദ്ധിക്ക്. സ്വപ്നം എവിടെയാ തുടങ്ങുന്നത്? അതൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തന്നു. ഈ കുട്ടി ഇത് പറയും കേൾക്കൂല. മോനോടല്ലേ പറഞ്ഞത്. ഞാൻ പറയണ കേൾക്ക് മോനെ. മോനിക്ക് എന്താ സ്വപ്നം, എന്താ ഉണർവ് എന്നറിയോ? അതങ്ങും തിരിയണ്ടേ? ചോദിക്കാനോ ഉത്തരം പറയാനോ ലൈഫ് ഹദീസൊന്നും അറിയില്ലെങ്കിൽ സ്വപ്നം ഉണർവെന്താ തിരിയണ്ടേ? സ്വപ്നമല്ല, കേട്ടോളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് ഉണർവിൽ വന്നു, സ്വപ്നമല്ല. എന്നിട്ട് പറയുന്ന യാ റസൂലല്ലാഹ്. ഇവനെവിടെ നാടടി? ഇവന്റെ നാടടിയാ എവിടെ? മോന്റെ നാട് പള്ളിപ്പുറത്തിന്റെ. ഇങ്ങനെയാണ് മുജാഹിദിന്റെ സംസ്കാരം. പറയുന്ന കേൾക്കൂല. ഞാൻ സ്വപ്നവും ഉണർവും വേർതിരിച്ച് പറഞ്ഞില്ലേ? അതൊന്നും തിരിയാത്തവനാണോ മുജാഹിദ്? ശരിക്കും കേട്ടോളൂ. നിങ്ങൾ പറഞ്ഞില്ല മരിച്ചാൾ കേൾക്കൂല. ഞാൻ പറഞ്ഞുതരാം. മരിച്ചാൾ കേൾക്കൂല. ശരിക്കും പറഞ്ഞുതരാം മോനിക്ക്. മോൻ ശരിക്കും ശ്രദ്ധിച്ച ഇതൊക്കെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തിനാ ഇങ്ങനെ വാശി കൊടുക്കുന്നത്? ദീനിന്റെ കാര്യമല്ലേ, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം. വാശിയൊന്നും വേണ്ട. പറയുന്ന കേൾക്കൂ. സ്വപ്നമല്ല, ഉണർവിൽ. വകാന ഖാസിന ഉമറ മാലിക്കുദ്ദാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് മൂപ്പര്. ഫഖാല, മൂപ്പരാണ് പറയുന്നത്, അസാബന്നാസ ഖഹ്തുൻ, ജനങ്ങൾക്കൊക്കെ വളരെ വെള്ളക്ഷാമം ബാധിച്ചു. എപ്പോഴേ? ഫീ സമനി ഉമറ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത്. സ്വപ്നമല്ല, വെള്ളയില്ലാത്ത അവസ്ഥ വന്നു. ഫജാഅ റജുലുൻ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇസ്തസ്ഖിലി ഉമ്മത്തി, ഈ ഉമ്മത്തിന് നിങ്ങൾ വെള്ളം വാങ്ങിച്ചു തരണം. ഫഇന്നഹും ഖദ് ഹലകു, അവർ നാശത്തിന്റെ വക്കിലാണ്, വലിയ നാശത്തിലാണ് വെള്ളയിലായിട്ട്. അത് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഫഅതർ റജുല, ഇനി അങ്ങോട്ടാ സ്വപ്നം തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് റസൂലുള്ളാഹി കിനാവിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഉമറിനോട് പറ, എന്റെ അസ്സലാമു അലൈക്കും പറ, വെള്ളം കിട്ടുമെന്ന് പറ. അത് അതിന് ജവാബാണ്, അതിന് ഉത്തരമാണ്. പക്ഷെ ചോദ്യം സ്വപ്നമല്ല, ഉണർവിലാണ്. ഇപ്പൊ സ്വപ്നത്തിന്റെ വിഷയമില്ല. ഹദീസ് സഹീഹാൻ, ഇത് മുസ്ലിം ലോകം ഉദ്ധരിക്കുന്നു. നിങ്ങൾ പറയുന്ന ഈ ആയത്തൊന്നും ഇവർക്കാർക്കും തിരിഞ്ഞിട്ടില്ലേ? മരിച്ചാൽ കേൾക്കൂല, അങ്ങോട്ട് ചോദിക്കാൻ പറ്റൂല. ഇത് സഹാബികൾക്ക് തിരിഞ്ഞിട്ടില്ലേ? മരിച്ചാൽ കേൾക്കൂല എന്ന ഒരൊറ്റ ആയത്തിലില്ല. ഉണ്ടെങ്കിൽ സഹാബികൾ പോവുമോ? സഹാബത്തിന്റെ കാലത്ത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഈ സംഭവം മരിച്ചാൽ കേൾക്കാത്ത മനുഷ്യനോട് റസൂലുള്ളാഹിനോട് വന്ന് ചോദിച്ച ശിർക്കാണെങ്കിൽ, അമ്പലത്തിൽ പോയി പൂജ ചെയ്യുന്നതിന്റെ വിധിയാണെങ്കിൽ, ബിംബത്തോട് ചോദിക്കുന്നതിന്റെ വിധിയാണെങ്കിൽ, ഇത് സഹീഹായ സംഭവമാണെന്ന് പറഞ്ഞ് ഇമാം ഇബ്നു കസീർ തന്റെ അൽ ബിദായത്ത് വന്നിഹായിൽ ഉദ്ധരിക്കുമോ? ബുഖാരിയുടെ വ്യാഖ്യാനം ഫത്ഹുൽ ബാരിയിൽ ഈ ശിർക്കായ ഒരു ഖബറാരാധന എന്ന് പറയുന്ന ശിർക്ക് ഉദ്ധരിക്കുമോ? ഇബ്നു അബീ ശൈബ എന്ന് പറയുന്ന ലോകം കണ്ട മുഹദ്ദിസ് തന്റെ മുസന്നഫ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഇത് ശിർക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഓർന്ന ആയത്ത്, ഉസ്താദെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു, ഈ ആയത്തൊക്കെ അവർക്ക് കേട്ടിട്ടുണ്ടല്ലോ. അവരൊക്കെ കേട്ട് പഠിച്ചിട്ട് ആ ആയത്തൊക്കെ കണ്ട് മനസ്സിലാക്കി അവരൊക്കെ അങ്ങനെ ചെയ്തു. ആ സംഭവം ഉദ്ധരിച്ചു. അത് സഹീഹാൻ, കുറ്റമറ്റതാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഇതിനെപ്പറ്റി പറയണം. ഞാൻ ഇവിടെ പലവട്ടം പറഞ്ഞു, ഖുർആൻ നിങ്ങൾ പറഞ്ഞു കേട്ടു. സുഹിയാദീസ് അതല്ല ഞാൻ പറഞ്ഞ ഇത് പറയുന്നത് ശ്രദ്ധിക്ക്. നിങ്ങൾ പറഞ്ഞു ഇവിടെ കേട്ടു എന്ന് പറഞ്ഞു. എനിക്ക് പറയുന്നത്, നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ പറയുന്നത് കേട്ടു, അതിന് ഉത്തരം കിട്ടി. അവർ കേട്ടാലും നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകുന്നതല്ല. ഖിയാമത്ത് നാളിൽ നിങ്ങൾ അവരെ പങ്കാളികളാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ്. അപ്പോ പിന്നെ ഉസ്താദ് പറഞ്ഞാണെങ്കിൽ ഖുർആൻ സ്വീകരിക്കണോ, നമ്മൾ അത് സ്വീകരിക്കണോ? അല്ല, അടക്ക് പോലെ മോനോടെ ഇരിക്കുക. എവിടെയും മണ്ടണത് മോനിങ്ങോട്ട് കേൾക്കും. മോനെ, എന്തിനാ നിങ്ങളെ മോനെ സുവാസം ഉണ്ടാക്കണത്? അങ്ങനെ കേട്ട് പഠിച്ചോട്ടെ. അപ്പൊ ഈ ഹദീസിനെ പറ്റി ഇപ്പൊ ഒന്നുമില്ല. ഞാൻ ഈ ആയത്താ പറയണത്.
നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, ആയത്തോ ഹദീസോ എന്തെങ്കിലും പറ്റുമെന്നല്ലേ, പറ്റുണ്ടോ, സഹിയാവണം, ലൈഫൊന്നും വേണ്ടേ, ആയി ബാത്തൊന്നും വേണ്ട എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് വീറ് പറഞ്ഞിട്ടില്ലേ, ഇല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങളൊക്കെ? ഇല്ലേ? ഇപ്പൊ ഹദീസൊന്നും മൂപ്പര് എവിടെ പോയി? നിങ്ങൾ ഈ ഓതി ആയത്തൊന്നും ഈ സഹാബികളും ഈ ഇമാമിങ്ങളൊന്നും കണ്ടിട്ടില്ലേ? മരിച്ചാൾ കേൾക്കൂല, പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, പോയാൽ ബിംബാരാധനയാണ്. ശ്രദ്ധിക്കടാ, എന്താ മുജാഹിദായിപ്പോയെ? ആ പറയുന്ന കേൾക്കാതെ. അവരാരും കണ്ടിട്ടില്ലേ നിങ്ങൾ ഓതി ഈ ആയത്ത്? അവരായത്തൊന്നും കാണാതെയാണോ ഈ ഖബറിന്റെ അടുത്ത് പോയത്? അങ്ങനെ ഖബറിന്റെ അടുത്ത് പോയത് ഈ ആയത്ത് കൊണ്ട് ശിർക്കാണെങ്കിൽ അവരൊക്കെ മുശ്രിക്കാണോ? അതിനെപ്പറ്റി പറ, കമ്മി കൊടുക്ക്. നിങ്ങൾ ഓതുന്ന ആയത്ത് ഞാൻ ഓതി അർത്ഥം പറഞ്ഞുതരാം. ആ ആയത്തും അറിയില്ല, അർത്ഥം അറിയില്ല, ഒന്നും അറിയില്ല. ഇതൊന്ന് തീർപ്പാക്കണം ഇന്ന്. പറയുമോനെ? എന്നാൽ ഇപ്പൊ ആയത്തുണ്ടല്ലോ, നിങ്ങൾ ആയത്ത്, ഖുർആൻ ആയത്ത്, ആ ആയത്ത് ഇങ്ങ് ഓതി ഞാൻ പറഞ്ഞുതരാം. അതിനർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഓതി, നിങ്ങളിപ്പോ അർത്ഥം പറഞ്ഞ ആയത്തുണ്ടല്ലോ, മലയാളം വായിച്ചില്ലേ, അതിന്റെ ആയത്ത് ഇങ്ങോട്ട് ഖുർആനിൽ നിന്ന്. ഖുർആനിൽ മലയാളം ഇല്ലല്ലോ, അതിങ്ങോട്ട്. ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅക്കും വലം സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. സൂറത്ത് ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്ത് ഇല്ലേ? അല്ലേ? ഇൻ തദ്ഊഹും, മക്കത്തെ മുശ്രിക്കുകളോട് പറയുകയാണ്, മോനെ കേൾക്കൂ. ഇൻ തദ്ഊഹും, നിങ്ങൾ ആ ബിംബത്തെ വിളിച്ച് ആരാധിച്ചാൽ, നിങ്ങൾ മക്കത്തെ മുശ്രിക്കുകളായ ആളുകളോടാണ് സംബോധനം. ഇൻ തദ്ഊഹും, മക്കത്തെ മുശ്രിക്കുകളെ നിങ്ങൾ ബിംബത്തിനെ വിളിച്ച് ആരാധിച്ചാൽ, ബിംബത്തിനോട് നിങ്ങൾ പ്രാർത്ഥന നടത്തിയാൽ, ബിംബം അവരുടെ ഇലാഹുകളാണ്. വത്തഖസൂ മിൻ ദൂനില്ലാഹി ആലിഹ, അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ വെച്ച് പുലർത്തിയവരാണ് ബിംബങ്ങളെന്ന് മക്കത്തെ മുശ്രിക്കുകളെന്ന് സൂറത്ത് യാസീൻ. ആ യാസീൻ സൂറത്തിൽ പറഞ്ഞ ആ ബിംബങ്ങളെ വെച്ച് പുലർത്തിയ മക്കത്തെ മുശ്രിക്കുകളോട് പറയാൻ, ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമീഉ മസ്തജാബൂ ലക്കും. ആ ബിംബങ്ങൾ ഒരിക്കലും ഉത്തരം കേൾക്കുകയില്ല, അവരത് കേൾക്കൂല. കേൾക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഉത്തരം കൊടുക്കാനും കഴിയൂല. വലൗ സമീഉ മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്കൊരിക്കലും ഉത്തരം നൽകാത്തവരാണ്. കാരണം ലിഅന്നഹും ജമാദാത്തുൻ, അവര് ബിംബങ്ങളാണ്. ബിംബങ്ങളോട് ചോദിച്ചതിനെ പറ്റിയാ പറയണത്. അതിവിടെ വിഷയമല്ല. ബിംബങ്ങളെ വിളിച്ചാൽ കേൾക്കോ കേൾക്കൂല, ഇവിടെ നമുക്ക് ചർച്ച ഉണ്ടോ? നമുക്ക് ആർക്കും വാദം ഉണ്ടോ? നിങ്ങൾ എന്തിനാ ഈ ആയത്തോടെ ഓതുന്നത്? ഇത് ആയത്തും ഈ സംഭവമായിട്ട് ഒരു ബന്ധമില്ല. അതുകൊണ്ട് ബന്ധമില്ലാത്ത ചോദ്യം അവിടെ മാറ്റിവെക്കുക. ഞാൻ മോനിക്ക് പറഞ്ഞു തന്ന ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിനെ പറ്റി മോന് എന്താ ഇപ്പം മനസ്സിലാക്കി, അതിങ്ങൊന്ന് പറയും. ഈ ആയത്തിനെതിരല്ല ഹദീസ്. കാരണം ഈ ആയത്തിൽ പറയുന്ന വിഷയം അതല്ല. ഇത് റസൂലുള്ളാഹിനോട് ചോദിക്കുക. റസൂലുള്ള ബിംബമല്ല, റസൂലുള്ള അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള വഫാത്തായാലും മരിച്ചാലും കേൾക്കും. അള്ളാഹുവിന്റെ റസൂല് വഫാത്തായ ഖബറിൽ ഇരുന്ന നബി കേൾക്കും. ബിംബം വിളിച്ചാൽ ജീവിച്ചിരിക്കുന്നില്ല. ബിംബം ശവ, ബിംബം അത് നിർജീവമായ അചേതന വസ്തുവാണ്. അത് കേൾക്കൂല. നമുക്ക് എല്ലാവരും അറിയണല്ലേ? ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്ക് നടക്കുന്ന കാലുകളുണ്ടോ, അവർക്ക് കേൾക്കുന്ന ചെവികളുണ്ടോ എന്നൊക്കെ ഖുർആൻ ചോദിച്ചിട്ടില്ലേ? അലഹും ആദാനുൻ യസ്മഊന ബിഹാ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ അത് ബിംബത്തെ പറ്റി പറയാണ്, അതല്ല ഇവിടെ വിഷയം. ഇതിൽ ചോദിച്ചത് അള്ളാഹുവിന്റെ റസൂലിനോടാണ്. ആ റസൂലിനോട് പറ്റി ചോദിച്ച സഹീഹായ സംഭവം പൊന്നുമോൻ ശ്രദ്ധിക്കണം. ഈ സഹീഹായ സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ കേൾക്കണോ? നിങ്ങളെ പരിഭാഷ എനിക്ക് തരൂല എന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഈ ഹദീസ് മോനിക്ക് അങ്ങോട്ട് തരണോ, കിതാബ് അങ്ങോട്ട് തരണോ വായിക്കാൻ? കൊണ്ടുപോയിട്ട് പഠിച്ചിട്ട് നാളത്തേക്ക് മറുപടി പറഞ്ഞാൽ മതി. ഇന്ന് കിട്ടൂലെങ്കിൽ പറയണോ? പരിശുദ്ധ ഖുർആനിൽ നിരവധി പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അതിൽ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്ന ഒരു പ്രാർത്ഥനയുടെ രൂപം ഉദ്ധരിക്കാം. അതേപോലെ നിത്യജീവിതത്തിൽ ചെല്ലേണ്ട ഒരുപാട് പ്രാർത്ഥനകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന പ്രാർത്ഥനകൾ ഒന്ന് പറഞ്ഞു തരും. സുന്നി പണ്ഡിതന്മാർ പരിഭാഷപ്പെടുത്തിയ പ്രാർത്ഥനന്റെ പുസ്തകങ്ങളിലായാലും പ്രശ്നമില്ല. ഹദീസായിരിക്കണം, ഖുർആനായിരിക്കണം. അല്ല അടക്കടക്ക്. ഈ ഞാനിപ്പോ ഓതി തന്നില്ലോ, നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾ പറ എന്നാണ് പറയാ. ഇപ്പൊ തീർപ്പാവട്ടെ. നിങ്ങൾ ഏത് നേരം വെളുക്കുന്നത് വരെ
മൈക്ക് പെർമിഷനും സംഘാടകരും അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തയ്യാറാണ്. പക്ഷേ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞുതരാം. അത് ഏത് ആയത്താ പറഞ്ഞുതരാം, ഏത് ഹദീസൊക്കെ വേണമെങ്കിൽ പറയാം. അത് പറയാൻ തന്നെ ഞങ്ങൾ വന്നിന്. അത് പറയാനും ഞങ്ങൾ സന്നദ്ധര. ഞങ്ങൾ മുജാഹിദുകളെ പോലെ അങ്ങനെ ചോദിക്കാൻ പാടില്ല, ഒരു ചോദ്യത്തിന് ഉപചോദ്യം ചോദിക്കാൻ പാടില്ല, ഇവിടെ ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇന്ന് അഞ്ചരക്കണ്ടിയിൽ മുജാഹിദിന്റെ പ്രസംഗം നടക്കുക, ഞാൻ കുട്ടികളെ വിട്ട് ചോദിക്കാൻ പാടില്ല. എനിക്ക് ചോദിക്കാൻ വിടുന്നുണ്ടെങ്കിൽ തന്നെ ഒരാൾ ഒരു ചോദ്യം, അതിനപ്പുറം ഉപചോദ്യം ചോദിക്കാൻ പാടില്ല. അങ്ങനെയൊന്നുമല്ല. മോന് നേരം വെളുക്കോളം ചോദിച്ചോളി. പക്ഷേ പള്ളിക്കാട്ടിൽ സലാം പറയുന്ന പരിപാടി പറ്റൂല. നിങ്ങൾക്ക് ഞാനൊരു ഹദീസ് ഓതി തന്നു, ആ ഹദീസ് സഹീഹാണ്, നിങ്ങൾ പറഞ്ഞു സഹീഹാവണം, ഹദീസ് ആയാലും മതി ആയത്തായാലും മതി. ഞാനൊരു ഹദീസാ തന്നത്. ഈ ഹദീസിന് ഇന്ന് ആയത്തെതിരാണ്. സൂറത്ത് ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്തിന്റെ മലയാളം പറഞ്ഞത് എതിരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എതിരല്ല, ഒരു എതിരുമില്ല. ഇത് ലോകപ്രസിദ്ധമായ ഇമാമുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി എന്ത് പറയുന്നു? നിങ്ങൾ അംഗീകരിച്ചോ? അത് അംഗീകരിച്ചെങ്കിൽ നമുക്ക് ഖബറിന്റെ അടുത്ത് പോവില്ലേ? എന്നിട്ട് പറയല്ലേ യാ റസൂലുള്ളാഹി ഇസ്തസ്ഖി, അല്ലെങ്കിൽ യാ ശൈഖ് മുഹീദ്ദീൻ ഇസ്തസ്ഖി എന്ന് നമുക്ക് പറയല്ലേ? അംഗീകരിക്കൂലേ? എന്തുകൊണ്ട്? അത് പറയും. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവർ നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല, തങ്ങളെ തന്നെയും അവർ സഹായിക്കുകയില്ല. പിന്നെ എന്തിനാ നമ്മൾ ഖബറിന്റെ അടുത്ത് വേണം? നമ്മൾ പണ്ടൊരു കള്ളുകൂടിയ കടല തിന്ന കഥയുണ്ട്. കുറച്ച് കടല മേടിച്ചിട്ടേ തിന്നുമ്പോ ഇങ്ങോട്ടായി പോകും, ആടിയിട്ട് രണ്ടാമത് തിന്നുമ്പോ ഇങ്ങോട്ടായി പോകും, കുറച്ചും കൊടുത്ത് പിന്നെ ഇങ്ങോട്ടാവും. ഇത് കണ്ടിട്ട് വേറെ കല്ലുകൂടി നടന്ന് കണ്ട് കൈമുട്ടുക. കൈ ഇങ്ങനെ മുട്ടാൻ ഇവിടെ എത്തുമ്പോ കൈ അങ്ങ് തെറ്റിപ്പോയി, മറ്റത് ഇങ്ങോട്ടായി പോയി. എന്നതുപോലെ ഞാൻ ഒന്ന് പറയുന്നു, കടല പുറത്തു പോകുന്നു, പിന്നെയും കൈമുട്ടുന്നു, കൈ രണ്ടും വേറെ പോകുന്നു. ഉസ്താദ് ഞാൻ പറയുന്നേക്കടോ, ഞാൻ പറയുന്ന കേൾക്ക്. അപ്പോ ഹദീസിലുണ്ടോ ആയത്തിലുണ്ടോ എന്ന് ചോദിച്ചു. സഹീഹാവണമെന്ന കണ്ടീഷൻ. സഹീഹുണ്ടോ? സഹീഹുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണോ? ഇതെന്താണ് അവിടെ കുറച്ചാൾ വർത്താനം കൂടി വെക്കുന്നത്? ആരാണ് സംഘാടകരാരാ? എല്ലാം കസാലം മരിക്കും. ഒരൊറ്റ കുട്ടീനെ അവിടെ നിർത്താൻ പാടില്ല, ഒരു കുട്ടീനെ അവിടെ നിർത്താൻ പാടില്ല, എല്ലാവരും കസാലം മരിക്കുക. സഹീഹായ ഹദീസുണ്ടോ? ഉണ്ട്. അത് ഓതി സഹീഹാണെന്ന് പറഞ്ഞു. ഖബറിന്റെ അടുത്ത് ഇമാമുകൾ പോയിരിക്കുകയാണ്. അപ്പൊ പിന്നെ നിങ്ങൾ ആയത്തുണ്ടോണ്ട് പോണ്ടെന്ന് പറഞ്ഞാൽ ഇവരാ പോയിരിക്കുന്നു. നിങ്ങൾ മാത്രമാണോ ഈ ആയത്ത് കണ്ടത്? ഇബ്നു അബീ ശൈബ ആയത്ത് കണ്ടിട്ടില്ലേ? ഇബ്നു കസീർ ആയത്ത് കണ്ടിട്ടില്ലേ? ഇബ്നു ഹജർ അസ്ഖലാനി ആയത്ത് കണ്ടിട്ടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ച ആ മുഅ്മിനീങ്ങൾ ആയത്ത് കണ്ടിട്ടില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ചോദിച്ച ഹദീസ്? ഞങ്ങൾ അങ്ങനെ ആയത്തിലുള്ളതുകൊണ്ട് ഞങ്ങൾ ഹദീസ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്തിനാ ചോദിച്ചത്? അതന്നെ നിങ്ങൾ പറഞ്ഞ അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പറ്റുള്ളൂ. പക്ഷേ ഹദീസ് നിങ്ങൾ ചോദിച്ചു. അല്ല ഉസ്താദ് സ്വഹിയായ ഹദീസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉസ്താദ് ഒരു ഹദീസ് പറഞ്ഞ് അത് സ്വഹിയായ ലൈഫാണെന്ന് നമുക്കിപ്പോ അധികരിച്ച് പറയാൻ കഴിയില്ല, കാരണം കൂടുതൽ അറിവില്ല. ഇതാ നിങ്ങൾ സഹീഹാണോ എന്ന് ചോദിച്ചില്ലേ? അതുകൊണ്ട് ഇതാ സഹീഹ്, ഇതാ അറിവ് വേണം. ഇങ്ങോട്ട് വാ മോന്. കടലാസ് തരാതിരുന്നില്ല. ഇതാ കുമ്പിച്ചിക്കോ തങ്ങളെ പരിഭാഷ ഇതാ വന്നിരിക്കുന്നു. കറാമത്താ, കേട്ടോളൂ. കടലാസ് തരാൻ പിടിച്ചിട്ടുണ്ട്. ഇതാ. എന്നാൽ എന്തിനാ മൈക്കിന്റെ വോള്യം കൊടുക്കണത് നിങ്ങൾ? ഞങ്ങളെ സ്വീപ്പാക്കാനാ? സഹീഹാണോ എന്ന് നിങ്ങൾ പിന്നെ എന്തിനാ ചോദിച്ച്? എനിക്ക് സഹിയൊന്നും അറിയില്ല, അത് തിരിച്ചറിയില്ല എന്നാ പറഞ്ഞത്. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. നിങ്ങൾ ചോദിച്ചു എന്തിനാ ഹദീസ് ഉണ്ടോ? ഹദീസ് ഉണ്ടെന്ന് ഇതാ പറയുന്നു. ആ ഹദീസ് സഹിയാണോ? സഹിയാണ്. എവിടേക്കുള്ള കിതാബുകൾ പറയുന്നു? മോനിക്ക് കാണണോ കിതാബ്? ഇങ്ങോട്ട് വാ. പേപ്പർ കാണണോ? എനിക്ക് കമ്പ്യൂട്ടറിൽ കാണണോ? ഇങ്ങോട്ട് വരീവാ. എനിക്ക് കിതാബ് നേരിട്ട് കാണണ? വാ, നമുക്ക് പള്ളിയിലുണ്ടാവും കിതാബ് ഇല്ലേ? മടക്കി ദിവസം അതാ നമുക്ക് നേരിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് അതൊന്ന് തീർപ്പാക്കുക. എന്നിട്ട് നിങ്ങൾ എത്ര ആയത്ത് 6000 ചില്ലറ ആയത്തുണ്ടല്ലോ, ഓരോന്നും ചോദിച്ചോളൂ, പറഞ്ഞിട്ടേ പോവുകയുള്ളൂ. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ പടക്കുട്ടികളാ, മനസ്സിലായ? പറഞ്ഞിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് മോന് ആ ആയിത്മെന്ന് വിടാൻ ഞാൻ അനുവദിക്കൂല. ഇതെനക്ക് അറിയില്ല, ഞാൻ പഠിച്ചു വരട്ടെ എന്നാണെങ്കിൽ അങ്ങനെ പറയും. എനിക്കറിയില്ല, ഞാൻ പഠിച്ചു വരട്ടെ എന്ന് പറ. എന്നിട്ട് അടുത്ത ആയത്ത് വെക്ക്. അറിയില്ല, പഠിച്ചു വരട്ടെന്ന് പറയും. പക്ഷെ ഞാൻ പറയുന്നേ പിന്നെ ഈ പ്രസംഗത്തിന്റെ സ്വഹിയാണോ വൈഫാണെന്നുള്ളത് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ പറഞ്ഞു സ്വഹിയാണ്. പക്ഷെ ഖുർആൻ അതിന് നേരെ എതിരുള്ള ആയത്ത് ഞാൻ നേരത്തെ ചോദിച്ചു. കൂടാതെ മോനെ ഞാനല്ല പറഞ്ഞ സഹിയാണ്. നിങ്ങൾ കേട്ടോളൂ, അമ്മയ്ക്കും കൊടുക്കും. ഞാനല്ല സഹിയാന്ന് പറഞ്ഞത്. ഞാൻ സഹിയാന്ന് പറയാനോ? ഇമാം ഇബ്നു കസീർ പറയുന്നു സഹീഹാണ്.
ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്ന ബുഖാരിന്റെ വ്യാഖ്യാനത്തിൽ അത് സഹീഹാണ്. ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതൻ ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫ് എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ പറയുന്നു അത് സഹീഹാണ്. പിന്നെ ഞാൻ പറയണമെന്നാ, ഞാൻ അവരെ ഉദ്ധരിച്ചത് നുണയാണെങ്കിൽ ഇതാ കാണാം, അതിന്റെ ഉദ്ധരണിയാണിത്. ഇനി കമ്പ്യൂട്ടറിൽ കാണണോ? ഇതാ ഇത് ഇതുണ്ട്. കിതാബിന് ഒറിജിനൽ കാണണോ? അങ്ങനെ നിങ്ങൾ വാശി പിടിച്ച് നിങ്ങൾ കണ്ടാൽ അംഗീകരിക്കുന്നതാണെങ്കിൽ ഞാൻ ഇപ്പം കിതാബ് കൊണ്ടിരിക്കും, അതിന് സംവിധാനം ഉണ്ടാക്കാം, കാർ എടുത്ത് കൊണ്ടുപോയി കിതാബ് കൊണ്ടുവരാം. പക്ഷെ ആ കൊണ്ടാന്ന് അംഗീകരിക്കണം. ഉസ്താദ് പറയുന്നു പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? മഹാന്മാരോട് മരണപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അഭൗതിക മാർഗത്തിലൂടെ അവരോട് സഹായം തേടുന്നതിന് ഖുർആനിൽ നിന്നോ സഹിഹായ ഹദീസ്, സഹിഹ് തന്നെ ആയിരിക്കണം, യായിബാദുള്ള പോലത്തെ ദൈവൊന്നും സ്വീകരിക്കൂല, അങ്ങനെ ഉദ്ധരിക്കാമോ നിങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിനാ ഞാൻ സഹീഹായ ഒരു ഹദീസ് ഉദ്ധരിച്ചു തന്നത്. അതിനെതിരായി നിങ്ങൾ സൂറത്ത് ഫാത്തിറിൽ ആയത്ത് ഉദ്ധരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇതിനെതിരല്ല, അത് മക്കത്തെ മുശ്രിക്കുകൾ ബിംബത്തെ വിളിച്ച കഥയാ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ആയത്തിൽ ഇതിനെതിരുണ്ടെങ്കിൽ ഈ സഹാബികളും ഈ മഹാന്മാരൊക്കെ ഇത് അറിയുകയും അവരെടുത്ത് കബറിന്റെ അടുത്ത് പോയി ശിർക്ക് ചെയ്യുകയും ചെയ്യോ? അങ്ങനെ ഒരു കബറിന്റെ അടുത്ത് പോയി അവരെടുത്ത് സഹായം തേടുന്ന ശിർക്കാണെങ്കിൽ, ബിംബാരാധനക്ക് സമമാണെങ്കിൽ, ഈ ഇമാമിങ്ങളുടെ കിതാബുകളിൽ ഹദീസിന്റെയും തഫ്സീറിന്റെയും ഒക്കെ കിതാബുകളിൽ അമ്പലത്തിൽ പോയി ബിംബത്തിന്റെ അടുത്ത് സുജൂദ് ചെയ്തൊക്കെ പറയോ? അത് പറയുന്ന സ്ഥല ഇത്. മറിച്ച് വലിയൊരു സംഭവമായി കിതാബുൽ ഇസ്തിസ്ഖാ, മഴയെ തേടുന്ന വിശദീകരിക്കുന്ന അധ്യായത്തിൽ ഇമാം ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയിട്ട് പറഞ്ഞ സംഭവമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ സംഭവത്തെ പറ്റി ഇപ്പം തീരുമാനമാക്കണം. എനിക്കൊന്നും അറിയില്ല, ഞാൻ സാധുവാ, ഞാൻ പഠിക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ വേണ്ട, മോനിക്ക് ഇതിന്റെ പേരിൽ സംവാദമാണോ? മുജാഹിദിന്റെ മൗലവിമാരൊക്കെ കൂട്ടിയിട്ട് നിങ്ങളുടെ താടിയൊക്കെ വെച്ച മൗലവിമാരുണ്ടാവൂലേ, അവരെയും കൂട്ടിയിട്ട് സംവാദം നടത്തണോ? ഈ സംഭവത്തെ പറ്റി വേണോ? ഇത് സഹീഹാണ്, എന്റെ വാദം ഇത് സഹീഹാണെന്നാണ്. ഇത് സഹീഹല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ട്, ഇത് സഹീഹാണ്. അങ്ങനെ വേണമെങ്കിൽ സംവാദം നടത്തിക്കളെ, സഹീഹാണോ അല്ലേ, അപ്പൊ തന്നെ ആയിക്കോളൂ അല്ലേ. പള്ളിപ്പുറശാഖ ഏറ്റെടുക്കുക മടക്കി മനസ്സാതെ എന്താ വാദം തന്നെ ശരിക്കും ശ്രദ്ധിക്കണേ. ഞാൻ ഈ പറഞ്ഞ സംഭവം സഹീഹാണ് എന്നാണ് ഞാൻ പറയുന്നത്. സഹീഹാണ്. അത് സഹിയാണോ അല്ലെന്നല്ലേ മുമ്പ് ഇപ്പൊ സംശയമുള്ളൂ. ഇത് സഹിയാണെന്നാണ് എന്റെ വാദം. ഇത് സഹിയല്ല എന്ന് മോനിക്ക് വാദിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് സംവാദം നടത്തി കളയാം. പള്ളിപ്പുറത്ത് ഇവിടെ തന്നെ ആയിക്കോട്ടെ, 2 സ്റ്റേജ് പണി കെട്ട ഇൻഷാ അല്ലാഹ്. 24-ാം തീയതി കമ്പിൽ വെച്ചിട്ട് 2 സ്റ്റേജ് കെട്ടിയ സംവാദം, നബിദിനാഘോഷം ഇൻഷാ അല്ലാഹ്. അപ്പോ അതുപോലെ അങ്ങനെ നടത്തണം, അങ്ങനെ വേണേ ആകാം. അതുകൊണ്ട് ഇതൊന്ന് തീർപ്പാകട്ടെ, എന്നിട്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറയാം എനിക്കിതൊന്നും അറിഞ്ഞൂടാ, ഞാൻ വെറുതെ അങ്ങനെ കോമരം കളിച്ചതാ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ എനിക്കിതൊന്നും അറിയില്ല, സയ്യ ഹദീസ് പാടുന്നുണ്ട് വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ സയ്യ നയിപ്പൊന്നും പറ്റൂല, എന്ത് സയ്യ ഹദീസ് കൊടുത്താലും പറയാം എനിക്കതൊന്നും അറിഞ്ഞൂടാ, ഇതെന്ത് കഥയാ? അത് പറ്റൂല. അതുകൊണ്ട് രണ്ടാലെന്ന് തീർക്കട്ടെ, എന്നിട്ട് അടുത്ത ചോദ്യം ഇൻഷാ അല്ലാഹ് എത്രയും ചോദിക്കാം, ഏതായത്തും ചോദിക്കാം, അത് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഉസ്താദ് ഇവിടെ കുറെ വട്ടം പറഞ്ഞ സംവാദം നമ്മളിത് കുറെ സംവാദം കേട്ടിട്ടൊന്ന് ആളതാണ്. ഞാൻ നിങ്ങളിവിടെ ആവർത്തിച്ച് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ബിംബത്തെ ആയതുകൊണ്ടാണ് അത് നിഷേധിച്ചത്. പിന്നെ സഹാബാക്കൾ ബിംബാരാധന അതോ യാതൊരു ബന്ധമില്ലാന്ന് പറഞ്ഞു. നേരത്തെ ഉസ്താദ് പറഞ്ഞു പിന്നെ ആ സംഭവം നേരത്തെ ഉദ്ധരിച്ച സംഭവം, ഞാൻ ഉദ്ധരിച്ച ആയത്ത് അതുമായിട്ട് യാതൊരു ബന്ധമില്ല ബിംബാരാധന എന്ന് പറഞ്ഞു. ഖുർആൻ ആവർത്തിച്ച് പല സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർ നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല. മോനെ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ആയത്ത് ബിംബാരാധനയാന്ന് പറഞ്ഞു, വലിയ പ്രശ്നമായി പോയിന്നല്ലേ പറഞ്ഞേ. ആ ആയത്തിലേക്ക് കിടക്കാം. ഈ കീറാമുട്ടി അവിടെ നിൽക്കട്ടെ, ആ ആയത്ത് കഴിഞ്ഞിട്ട് വീണ്ടും കീറാമുട്ടിലേക്ക് തിരിച്ചു വരും. വിടൂല ഞാനത്, ഈ കീറാമുട്ടി വിടൂല. നേരത്തെ സൂറത്ത് ഫാത്തിറിൽ ഓതിയ ആയത്ത് അല്ലേ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. സൂറത്ത് ഫാത്തിർ. ഈ ആയത്തിൽ ഇൻ തദ്ഉഹും എന്ന് പറയുന്ന ഹും ബിംബ എല്ലാന്നാണോ നിങ്ങൾ പറയണത്? പറ. ഇൻ തദ്ഉഹും, നിങ്ങൾ ആ ബിംബത്തെ വിളിച്ച് ആരാധിച്ചാൽ പ്രാർത്ഥിച്ചാൽ, മക്കത്തെ മുശ്രിക്കുകളോടാണ് സംബോധനം. ഇത് ബിംബ എല്ലാം നിങ്ങൾ പറയുന്നുണ്ടോ? എന്നാ പിന്നെ അതായി കളിയാ സംവാദം. ഞാൻ പറയുന്നു അള്ളാഹു അല്ലാത്ത ഒഴികെ എന്തുണ്ട് അതെല്ലാം അതിൽപ്പെട്ട്, അള്ളാഹു അല്ലാത്ത ഏതിനോടും സഹായം തടഞ്ഞ്
ശിർക്കാന്ന് ആയത്തിന്റെ വീക്ഷണം ഞാൻ പറയുന്നു. അടുത്ത ആയത്തോതി അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല. മോന് പറയണ്ട, ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് മോന് പറയണ്ട. ഈ ആയത്തിന്റെ തഫ്സീർ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനും പറയണ്ട, ഒരു ഫൈസി പറയണ്ടല്ലോ ഖുർആന്റെ തഫ്സീറാണോ? അല്ല, മോൻ എന്തായാലും പറയണ്ട, മോനിക്കാവൊന്നും അറിയില്ല. ഞാൻ പറയുന്ന അതൊക്കെ അങ്ങ് വിട്, ഞാനും നീയൊക്കെ കേട്ടാ. ഇമാമുകൾ എന്ത് പറയുന്നു നോക്കാം, ശരിക്കും ശ്രദ്ധിക്കുക. മോൻ അതിനൊന്നും എരയല്ലാന്ന് എനിക്കറിയാം, ആരോ പഠിപ്പിച്ച് വിട്ടുകൊടുത്തതാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംവാദത്തിനുണ്ടെങ്കിൽ അവർ വരട്ടേന്ന് അർത്ഥം. ഞങ്ങൾ ഇങ്ങനെ തുറന്ന് സംവാദം വെച്ചത് കിതാബ് തരുന്ന മൂല്യന്മാർ വരണം എന്ന് കരുതിയിട്ടാ. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും. ഈ ആയത്തിന് അല്ലാമ ഖുർത്തുബി തഫ്സീർ പറയുകയാണ്, ഇൻ തസ്തഗീസു ബിഹിം ഫിന്നബാഇബി, ബുദ്ധിമുട്ടിന്റെ സമയത്ത് നിങ്ങൾ അവരോട് സഹായം തേടിയാൽ ലാ യസ്മഉ ദുആഅകും, അവരുടെ ദുആ, നിങ്ങളുടെ ദുആ, നിങ്ങൾ അവരോട് നടത്തുന്ന ദുആ പ്രാർത്ഥന അവർ കേൾക്കൂല. ലിഅന്നഹാ ജമാദാത്തുൻ, ശ്രദ്ധിക്കുമോനെ, കാരണം അവകൾ ജമാദാത്താണ്, നിർജീവിയാണ്. ലാ തുബ്സിറു, കാണാത്ത നിർജീവികളാണ്. വലാ തസ്മഉ, കേൾക്കാത്ത നിർജീവികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേൾക്കാത്ത നിർജീവിയാണ്. അപ്പൊ ബിംബങ്ങളെ പറ്റി, ജമാദാത്ത്, നിർജീവിയായ ബിംബങ്ങളെ പറ്റിയാണ് ഈ ആയത്ത് പറയുന്നത്. ജമാദാത്ത്, നിർജീവി, അചേതന വസ്തു. അള്ളാഹുവിന്റെ റസൂൽ നിർജീവിയാ? ആണോ? അള്ളാഹുവിന്റെ റസൂൽ നിർജീവിയാ? കണ്ണ് കാണാത്ത, കേൾക്കാത്ത ആണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ല, മറിച്ച് അചേതന വസ്തു, ബിംബത്തെ പറ്റിയാണ് ആയത്ത് പറയുന്നത്. ഞാൻ കുറെ തവണ ഉസ്താദിനോട് പറഞ്ഞത്, വീണ്ടും പറയണ്ട, വീണ്ടും പറയേ വേണ്ട, ഇത് കഴിയട്ടെ, ഒന്നാവട്ടെ. നിങ്ങൾ ഓതി ആയത്തില്ല സൂറത്ത് ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്ത്. കീറാമറ്റയുടെ കിടക്കുന്നുണ്ട്, നമുക്ക് അതിലേക്ക് തിരിച്ചു പോകണം. ഇത് തീർത്തിട്ട് വീണ്ടും പറയുന്ന പരിപാടി തന്നെ ഇല്ല, ഇത് തീരട്ടെ. ഈ ആയത്തിൽ പറയുന്നത് ബിംബമാണ്, ബിംബത്തോട് തേടുന്നതിനെ പറ്റിയാ പറയുന്നത്. തദ്ഉഹും എന്ന് പറയുന്നത് ബിംബമാണ്. ലിഅന്നഹാ ജമാദാത്തുൽ ഖുർതുബി, ലിഅന്നഹാ ജമാദാത്തുൽ ഖുർതുബി. ഇതിലെവിടെയാ ഉള്ളത്? ഈ അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം തേടരുതെന്ന് എവിടെയാ ഉള്ളത്? അതിനൊരു വിഷയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ധരിച്ച സംഭവത്തിലേക്ക് തിരിച്ചു വരികയാണ്. അത് പറ, ഹദീസിനെ പറ്റി പറ. അത് പറഞ്ഞിട്ടേ പറ്റുള്ളൂ, ഇല്ലേ? പറയണ്ടേ? തീർപ്പാക്കണ്ടേ? ആ, ഞങ്ങളുടെ ഈ പ്രഭാഷണം പള്ളിപ്പുറത്തുള്ള ഗീർവാണ പ്രഭാഷണം നടത്തുന്ന മുജാഹിദ് മൗലവിമാരും മുജാഹിദുകളൊക്കെ കേൾക്കുന്നുണ്ട്. അരമനയിൽ നിന്ന് കേൾക്കുന്നുണ്ട്, ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. ബൈലക്സ് എന്ന് പറയുന്ന ക്ലാസ് റൂമിലൂടെ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകം കേൾക്കുന്നുണ്ട്. എത്ര? 3000-ലേറെ ആളുകൾ പല രീതിയിലും കേട്ടുകൊണ്ടിരിക്കുകയാണ്, റേഡിയോയിലും മറ്റുമായി കേട്ടുകൊണ്ടിരിക്കുക, ലോകം കേൾക്കുകയാണ്. അതുകൊണ്ട് മുജാഹിദുകൾക്ക് തൊലിക്കട്ടി ഉളുപ്പുണ്ടെങ്കിൽ വരണം. നിങ്ങൾ ചെയ്യണ്ട, വേണ്ട മോനെ, വേണ്ട കേട്ടാ. അതിനൊന്നും എറിയല്ലേ ഇവരെ. ആ, അത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ സംവാദത്തിനുണ്ടോന്ന് ചോദിച്ചു. അല്ലാണ്ട് സംവാദം ഞങ്ങൾക്ക് പുതിയായിട്ടല്ല. ഈറ്റിങ്ങളെ വിടുക, അവര് ഒറ്റക്ക് വരുന്നൊന്നല്ല, കുറെ ബുക്കും ഇമ്പിച്ചിക്കോയ തങ്ങളുടെ ബുക്കൊക്കെ കൊടുത്തിട്ട് വിടുക. ഇമ്പിച്ചിക്കോയ തങ്ങളുടെ ബുക്കുകൾ വന്നിട്ടുണ്ട്, അതിപ്പോ പഠിക്കാൻ പോവാണ്, ഇപ്പൊ വായിക്കാൻ പോവാണ്. അതിനു മുമ്പ് 2 കീറാൻ വെട്ടി ഇവിടെ ഉണ്ട്. സൂറത്ത് ഫാത്തിർമ വിട്ട്, സയ്യായ ഹദീസ് പറഞ്ഞിട്ട് അവൻ വിട്ട്. അത് എന്തെങ്കിലും ആക്കണം ഇപ്പൊ, എന്നിട്ടേ മൂപ്പരെ പോകാൻ വിടുള്ളൂ ഇവിടുന്ന്. അപ്പൊ ടോട്ടലി ഉസ്താദ് പറയുന്ന അള്ളഹാനോടല്ലാണ്ട് സഹായം തേടാൻ പറ്റൂന്ന അഭൗതികമായ എല്ലാ സഹായം എന്താ ഇപ്പൊ പറഞ്ഞ? അപ്പൊ ടോട്ടലിയാ മോന് കേക്ക്. മോനിപ്പോ ചോദിച്ച മഹാന്മാരോട് സഹായം തേടുന്നതിന്
ഖുർആനിലോ സഹിയാവണേ ലൈബൊന്നും പറ്റൂല, ആയിവാദുള്ള പോലത്തൊന്നും പറ്റൂല, സഹിയായ ഹദീസിലുണ്ടോ എന്നാ ചോദിച്ചത്. ആ ചോദിച്ചതിന് ഞാനൊരു സംഭവം, സഹിഹായ സംഭവം പറഞ്ഞു. അപ്പൊ പറഞ്ഞാൽ സഹിയാ ലൈഫാന്ന് ഉറപ്പില്ല, സംശയമില്ല. ഞാൻ പറഞ്ഞു ഉണ്ട്, ഉറപ്പിതാ കാണിച്ചു തരാം. അപ്പൊ പറഞ്ഞല്ലോ സൂറത്ത് ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് അത് ശരിക്കൂടെ പൊളിച്ചടക്കി. അതിനെപ്പറ്റി ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ചോദ്യം വരാം, ഉസ്താദിനിപ്പോ മഹാന്മാരോട് സഹായം തേടാന്നാ പറയണത്. രാമായണം തേച്ചും വായിച്ചിട്ടു ആരാണ് സീത, ആരാണ് രാമൻ തിരിഞ്ഞിട്ടില്ല ഈ സാധുവിന്. മോനെ നിന്റെ പേരാണ് മുജാഹിദ്, ഇത് തിരിയാത്ത ആളുകളുടെ പേരാണ് മുജാഹിദ്. എന്റെ സംസാരം ശ്രവിക്കുന്ന മുജാഹിദുകളുടെ തൊലി ഊരുന്നുണ്ട്, മാറി കേൾക്കുന്ന. നിങ്ങളിങ്ങി വരി, ഈ പാവം കുട്ടികളെ വിട്ടിട്ട് മൗലവിമാരെന്തിനാ മാറുന്നു? ഇങ്ങോട്ട് വരി. എന്തിനാ നിങ്ങൾ പള്ളിപ്പുറത്തെ ജനങ്ങളെ വായനശാല വെച്ച് ഫിത്തനുണ്ടാക്കുന്നത്? നിങ്ങൾ വരി, നിങ്ങൾ ആയത്തൊന്ന് കാണട്ടെ. ഞാൻ ഉസ്താദിനാണ് ആ പലവട്ടം ചോദിച്ചു. അതിന് ഇനി രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. കൂടാതെ നിങ്ങൾ രണ്ടാമത്തെ വേണ്ട, ഒന്നാമത്തെ കഴിയട്ടെ. എന്നിട്ട് 2 1 2 2 1 എന്നല്ലല്ലോ, 2 1 എന്നല്ല, 1 2. ഒന്നാമത്തേന് മറുപടി പറഞ്ഞു. അതെന്താണ്? അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു? അവിടെ ബിംബങ്ങൾ എന്ന് ഉദ്ധരിക്കുന്നില്ല. അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുക. അതിന്റെ ആയത്തോതിയ മോനിപ്പോ പറഞ്ഞ തെറ്റായ കള്ളാർത്ഥം, പച്ചനോണ. ഇത് എവിടെ നിന്ന് വായിച്ച അർത്ഥം? അത് ഇമ്പിച്ചു പോയ തങ്ങളുടെ തഫ്സീറ സൂറത്ത് അല്ല, ഏത് ഇമ്പിച്ചു പോയ തങ്ങളുടെ തഫ്സീർ കാണിക്കാൻ എന്താ വായിച്ച അർത്ഥം പറഞ്ഞേ പറ. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല. തങ്ങളെ തന്നെയും അവർ സഹായിക്കുകയില്ല. സൂറത്തുൽ അഹ്റാഫ് 190. അങ്ങോട്ട് പറഞ്ഞ എന്താ പറഞ്ഞേ? സൂറത്ത് അഹ്റാഫിന്റെ ആയത്തോതിയ മോനെ. അപ്പൊ മോനിക്ക് ആയത്തില്ല, അത് ഓതാൻ അറിഞ്ഞൂടെ? ഈ കെയ്മയിലുള്ള ഇമ്പിച്ചു കോയ തങ്ങളെന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, കൈവിട്ട് കൊടുക്കാൻ ഭയപ്പെടുന്ന ആ സാധനം, അതിനാദ്യം ആയത്ത് കൊടുത്തിട്ട് മലയാളം കൊടുക്കും. ഈ അറബി വായിക്കാൻ കിട്ടൂല, ഈ മെയ്ക്ക് തെറ്റുപറ്റിപ്പോന്ന് വെച്ചിട്ടാണത്. ഉസ്താദിന്റെ തഫ്സീറിൽ അങ്ങ് വായിച്ചോളി. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞുണ്ടല്ലോ യാ റസൂലല്ലാഹ്, അത് വിളിച്ച് പ്രാർത്ഥനയല്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. പ്രാർത്ഥനയൊന്ന് വേറെ, സഹായതേട്ടൊന്ന് വേറെ. ഞാൻ ആദ്യമേ വയന്ന് പറഞ്ഞില്ലേ? എന്റെ വയലൊന്നും മോനെ കേട്ടിട്ടില്ലല്ലോ. പ്രാർത്ഥനയൊന്ന് വേറെ, സഹായതേട്ടൊന്ന് വേറെ. എന്താണ് പ്രാർത്ഥന? തൊലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു. അടിമ ഉടമയായ അള്ളാഹുവിനോട് തേടുന്ന, ദൈവമായി അള്ളാഹുവായി ഇലാഹായി വെച്ചവരോട് തേടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അൽമനാറിൽ പറയുന്നു, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അടിമ ഉടമനോട്, റബ്ബിനോട്, രക്ഷിതാവായ അള്ളാഹുവിനോട് തേടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാ. അതുകൊണ്ട് ഇത് പ്രാർത്ഥനയല്ല മോനെ, ഇതും അതും തമ്മിൽ ഒരു ബന്ധമില്ല. മോന് അരിയത്രിയ പയറഞ്ഞായി ഇതാ മോൻ ഏത് മുജാഹിദായിരിക്കും? കേന്ദ്രമാരണ ഇവിടെ ഏത് മുജാഹിദാണ്? ഇതേത് മുജാഹിദാ? മോൻ ഏത് മുജാഹിദാ? അത് ചോദിക്കാനല്ല ഉസ്താദിനാണ്. അത് തിരിയണല്ലോ, അത് തിരിഞ്ഞ മോനിക്ക് മോന്റെ നേതാവിന്റെ തഫ്സീർ ഉദ്ധരിച്ചിടാൻ നിർത്തിട്ടാ. അതൊന്നും എന്നെ ഞാൻ ഏത് മുജാഹിദാണെന്ന് പറയാൻ മുജാഹിദുകൾക്ക് മടിയാ. ഞാൻ സമസ്തക്കാരനാ, ഞാൻ എസ്കേസഫുകാരനാ, ഔദ്യോഗിക കേന്ദ്രം. ഞാൻ ഏത് മുജാഹിദാന്ന് പറയാൻ മുജാഹിദുകളുടെ ധൈര്യമില്ല. ഔദ്യോഗിക കേന്ദ്രം എന്നെ പറയട്ടെ, അങ്ങനെ പറ. നാണക്കെടുപ്പ് ഇത് പറയിപ്പിക്കാനുള്ള മരുന്നാണ് കേട്ടാ. ഔദ്യോഗിക കേന്ദ്രമാണെന്ന് പറയിപ്പിച്ചതിന്റെ മരുന്നാണ് ഞാനിപ്പോ തന്നത്. പറഞ്ഞല്ലോ, ഇമ്പിച്ചു പോയ തങ്ങൾ നേരത്തെ പറഞ്ഞതിനാ ഉദ്ദേശിച്ചു. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. പ്രാർത്ഥനയായിട്ട് കണ്ട ഇപ്പൊ തിരിഞ്ഞു, സംഭവം എല്ലാം തീർന്നു. മോൻ പറഞ്ഞൊക്കെ മുന്നേ പൊളിച്ചു. സഹായം തേടുക എന്നത് ഉദ്ദേശം പ്രാർത്ഥനയാണ്. സഹായം തേടുക എന്നത് ഉദ്ദേശം കൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അല്ലാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കും ഇല്ല. ഉണ്ട് എന്ന് സുന്നികൾ വിശ്വസിക്കുന്നില്ല. മനസ്സിലായിക്കോളൂ. അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ. നമ്മൾ പറയുന്നുണ്ട് അല്ലാത്തവരെ ആരാധിക്കാന്ന് ഉണ്ടോ? ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധ്യൻ അള്ളാഹു മാത്രമാണ്. അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ.
പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അടിമ ഉടമനോട് തേടലാണെന്ന് അൽമനാറ് വായിച്ചിട്ട് ഞാനിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയും കേട്ടോളൂ, സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ആ സഹായം തേടൽ കൊണ്ട് ഉദ്ദേശം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാകട്ടെ അത് ഇബാദത്താണല്ലോ. ഇതാണ് ഇമ്പിച്ചിക്കോയ തങ്ങൾ പറഞ്ഞത്, വളരെ കറക്റ്റാണ്. ഒരു തെറ്റും ഇമ്പിച്ചിക്കോയ തങ്ങൾ പറഞ്ഞതിലില്ല. അതുകൊണ്ട് നമ്മുടെ വിഷയം അതല്ല, മഹാന്മാരോട് സഹായം തേടലാണ്. അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് യാ റസൂലല്ലാഹ്, നബിയേ ഇസ്തസ്ഖിലി ഉമ്മത്തിക, ഈ ഉമ്മത്തിന് മഴ വാങ്ങി തരണം നബിയേ. ഫഇന്നഹും ഖദ് ഹലകൂ, അവർ നാശത്തിലാണ് നബിയേ. വഫാത്തായ നബിയെ, വഫാത്തായിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത്, അഥവാ റസൂലുള്ള വഫാത്തായി 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ സിദ്ദീഖ് വഫാത്താകുന്നത്. അതിനുശേഷമല്ലേ ഉമർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്നത്. എന്നിട്ടും എത്രയോ കൊല്ലം കഴിഞ്ഞപ്പോൾ വെള്ളക്ഷാമം ഉണ്ടായ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു യാ റസൂലല്ലാഹ്, നബിയേ അള്ളാഹുവിന്റെ റസൂലേ ഇസ്തസ്ഖിരി ഉമ്മത്തിക്ക്, ഈ ഉമ്മത്തിന് മഴ വാങ്ങി തരണം നബിയേ, ഈ ഉമ്മത്തിന് മഴ വേണം നബിയേ. ഫഇന്നഹും ഖദ് ഹലകൂ, അവർ നാശത്തിന്റെ വക്കിലാണ് നബിയേ. ഇത് സഹീഹാണ്. അല്ലെന്ന് വഹാബികൾക്ക് വാദമുണ്ടെങ്കിൽ സംവാദത്തിന് തയ്യാറായി ഇപ്പം തന്നെ ആയിക്കോട്ടെ, നാളേക്കൊന്നും വേണ്ട. നാളെ വേറെ പരിപാടി ഉണ്ട്, ഇന്ന് തന്നെ ആയിക്കോട്ടെ. ഇല്ലേ, നേരം വെളുക്കും നമുക്ക് തീർക്കാം. മുജാഹിദിന്റെ മോന്മാർ ഇപ്പൊ കൊണ്ടാന്നോളൂ. സംവാദത്തിനുണ്ടോ? ഞങ്ങളുടെ ബൈലസ് ക്ലാസ് റൂമിൽ മുജാഹിദിന്റെ കോട്ട കൊത്താൻ വിറകൊള്ളിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ചാതു ഒന്നും തിരിയാത്ത 2 കുട്ടികളെയും വിട്ടിട്ടേ നിങ്ങൾ മാറിയിക്കട്ടെ. നിങ്ങൾ വരി ധൈര്യമുണ്ടെങ്കിൽ, ആദർശ തീരത്തുണ്ടെങ്കിൽ വരി. അതുകൊണ്ട് മോനോട് വീണ്ടും പറയുന്നു, മോൻ ഓതിയ ആയത്ത് ഇയ്യാക നഅ്ബുദു എന്നുള്ള ആയത്തും സൂറത്ത് ഫാത്തിറിലെ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് പറയുന്നൊക്കെ അത് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ദൈവങ്ങൾക്ക് ആരാധിക്കുന്ന, ബിംബത്തിനെ ആരാധിക്കുന്ന വസ്തുത. ഇത് അതല്ല വിഷയം. അള്ളാഹുവിന്റെ റസൂല് ദൈവമല്ല, അള്ളാഹുവിന്റെ റസൂല് ബിംബമല്ല, അള്ളാഹുവിന്റെ റസൂല് അചേതന വസ്തുവല്ല, മഹാന്മാർ ദൈവമല്ല, അള്ളാഹു മാത്രമേ ദൈവമുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിച്ചെടുത്ത് നമ്മൾ അതല്ലേ ചെല്ലല്? അല്ലേ? നിസ്കാരം കഴിഞ്ഞിട്ട് അതല്ലേ നമ്മൾ ചെല്ലല്? സർവ്വസ്ഥലത്ത് നമ്മൾ ചെല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് അതല്ല ഇവിടെ വിഷയം. മോനെ മാറാൻ വിടൂല. ഈ ഹദീസിനെ പറ്റി പറഞ്ഞിട്ടേ വിടുള്ളൂ. എന്റെ അടുത്ത് തെറ്റ്, ഞാൻ തിരുത്തിയെന്ന് ഒന്നെങ്കിൽ പറയാം, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് 2ാമത്തെ ചോദ്യം ചോദിച്ചോളൂ. ഓരോന്നും മണിമണിയായി പറഞ്ഞുതരും. അതുകൊണ്ട് ഈ സംഭവം, നിങ്ങൾ ചോദിച്ച സംഭവം സഹീഹായ ഹദീസുമാണെന്ന് പറഞ്ഞില്ലേ, സഹീഹായ സംഭവം ഇതാ പറഞ്ഞു തന്നിരിക്കുന്നു. ഇത് സഹീഹ് അല്ലാന്ന് മോന് പറയുന്നുണ്ടെങ്കിൽ വാദപ്രതിവാദം ഇപ്പം നടത്തിക്കളയാ. ഇത് ശിർക്കാണെന്നാണെങ്കിൽ ഈ ഇമാമുകളൊക്കെ മുശ്രിക്കാണോ? ഇവർക്കൊന്നും ഈ ആയത്തൊന്നും തിരിഞ്ഞിട്ടില്ലേ? ഇബ്നു കസീറിന് ആയത്ത് തിരിഞ്ഞിട്ടില്ലേ? ഫത്ഹുൽ ബാരിക്ക് ആയത്ത് തിരിഞ്ഞിട്ടില്ലേ? അവർക്കൊന്നും തിരിയാഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്തത്? അവരൊക്കെ ഈ ബിംബാരാധന നടത്തിയ സംഭവമാണോ അവർ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്? ഇതാണോ നമ്മളൊക്കെ യോദ്യവും പഠിക്കുകയും ചെയ്യണത്? നിങ്ങളെ സംവാദത്തിന് ഇബ്നു കസീറും അൽ ബിദായത്ത് വന്നിഹായും ഫത്ഹുൽ ബാരിയൊക്കെ ഉദ്ധരിക്കാറില്ലേ? നിങ്ങൾ ഔദ്യോഗിക കേന്ദ്രമായിട്ട് ഞങ്ങൾ ആവളയിൽ ഇപ്പൊ കഴിഞ്ഞ മാസം സംവാദം നടത്തിയത് 1 മാസം പൂർത്തിയായിട്ടില്ല. എന്നിട്ട് തോറ്റ് അമ്പിയിട്ട് ഒരു മുജാഹിദുകാരെ സുന്നിയിലേക്ക് വന്നു. എന്റെ സ്വീകരണം മിനിഞ്ഞാന്ന് കഴിഞ്ഞു. നിങ്ങളറിയോ കഥ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയാൻ, അവരുദ്ധരിച്ച ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, അവിടെയും ഉദ്ധരിച്ച ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് സഹിയാണ്. അതുകൊണ്ട് അത് തീർപ്പായിട്ട് അടുത്തത്. എന്താ പറയാത്തത്? മൈക്ക് വേണ്ടേ? കൊടുക്ക്, പറയട്ടെ. വേറെ ആരും കൊണ്ടാ ചോദ്യക്കാറ്? ഞാൻ ഉസ്താദിനോട് ആവർത്തിച്ചു പറഞ്ഞു. ഇപ്പൊ ഇത് 4ാമത്തെ വട്ടാ മറ്റാ? അല്ല, 1ാമത്തെ കഴിഞ്ഞിട്ട് 4 കഴിഞ്ഞിട്ട് 1 ഒന്ന് കഴിയട്ടെ. 4ാമത്തെ വട്ടാന്ന് പറയുന്നത് എന്ത്? എന്താ പറഞ്ഞ വട്ടം? എന്താ ആ വട്ടം? അതിനെ കൂടാതെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോ അത് പാടില്ല മോനെ, കഴിയുകയില്ല. ഞങ്ങൾ മോനെ അടുക്ക. 4ാമത്തെ വട്ടം എന്താണ് പ്രാർത്ഥന? അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ എന്താണ് പ്രാർത്ഥന? മോൻ പറഞ്ഞിട്ട് എന്താ പ്രാർത്ഥന? നിങ്ങൾ സഹായിക്കാൻ കഴിയുകയില്ല. എന്താണ് പ്രാർത്ഥന? അള്ളാഹുവിനെ വിളിച്ച് നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു? അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രാർത്ഥന? എന്താണ് പ്രാർത്ഥന? ഒന്ന് പറഞ്ഞു. എന്താ പ്രാർത്ഥന? മോനിക്ക് തിരിഞ്ഞിട്ടില്ല. ആ മലയാളം ഇങ്ങനെ വായിക്കുമ്പോൾ മോന്റെ മയനെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി തരാൻ പറയാൻ. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ എന്ന് ഇന്ന് വായിച്ചിട്ടില്ലേ?
എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന തന്നെയാണ് ആരാധന. പറയാത്ത ബാധ്യത വരുന്നില്ലേ? എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന ആരാധനയാണ് ഞാൻ പറഞ്ഞു. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന ആരാധനയല്ല. അല്ലാഹ് പ്രാർത്ഥന അപ്പൊ തീർന്നല്ലോ, വിഷയം തീർന്നില്ലേ? മാത്രമേ ചോദിക്കാൻ പറ്റൂ. വിഷയം തീർന്നു. പ്രാർത്ഥന ആരാധന എന്ന് പറഞ്ഞ അന്നമയിക്കാൻ കൊടുക്കുക. തീർന്നു, വിഷയം തീർന്നു. ആടക അള്ളാഹുവിനോ അല്ലാതെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. അപ്പൊ അള്ളാഹു അല്ലാത്ത ആരെ വിളിച്ച് നിങ്ങൾ ആരാധിക്കുന്നുവോ? പാടില്ലല്ലോ. അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കാൻ പറ്റുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. അതിവിടെ എന്താ വിഷയം? അള്ളാഹു അല്ലാത്തവർ ആരെങ്കിലും ഇവിടെ ആരാധിക്കുന്നുണ്ടോ? ഇവിടെ അങ്ങനത്തെ വല്ല വിഷയമുണ്ടോ? നിങ്ങൾ ആലോചിക്കൂ സഹോദരൻ. അപ്പൊ പ്രാർത്ഥന എന്നത് ആരാധനയാണെന്നാ മൂപ്പരിപ്പം പറഞ്ഞത്. തെറ്റാണ് പറഞ്ഞത്, വളരെ പൊട്ട തെറ്റാണ്. ആയിക്കോട്ടെ, ആ തെറ്റ് പ്രകാരവും പ്രാർത്ഥന മൂപ്പർക്കെതിരാ മറുപടി പറഞ്ഞു. എന്താണെന്നറിയോ? അള്ളാഹു അല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അഥവാ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നുവോ? ഇവിടെ ആരാധിക്കുന്ന വിഷയമില്ല. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുകയാണ്. പ്രാർത്ഥിക്കുന്നുമില്ല, ആരാധിക്കുന്നുമില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം തേടുന്നു ഞങ്ങളല്ല ചെയ്തത്. നിങ്ങൾ സഹീഹായ സംഭവമല്ലേ ചോദിച്ചാൽ ഞങ്ങൾ സഹീഹായ സംഭവം പറഞ്ഞു തന്നു. അപ്പൊ അവർ ഈ ആയത്ത് തള്ളിയോ? അവർ മുശ്രിക്കുകളാണോ? അവർ ഇസ്ലാമെന്ന് പുറത്താണോ? അത് പറയും. അതെനിക്കറിയില്ല. അതിനെപ്പറ്റിയുള്ള വിശദീകരണം ഇവിടെ അടുത്ത മറുപടി സമ്മേളനത്തിനോ എന്തിനെങ്കിലും അത് വേണ്ട, ഞങ്ങൾക്കത് വേണ്ട. ആ മറുപടി സമ്മേളനം വേണ്ട. ഞങ്ങൾക്ക് അതിനെ ഞങ്ങൾ ഇങ്ങനെ വെച്ചത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മറുപടി സമ്മേളനം വെക്കുകയാണെങ്കിൽ ഈ പള്ളി പുറത്ത് വെച്ച് വെക്കണം, ഞങ്ങളെയും വിളിക്കണം. നിങ്ങൾക്ക് കത്ത് തന്നിട്ടില്ലേ എന്നതുപോലെ ഞങ്ങൾക്കും കത്ത് തരണം, ഞങ്ങളെ ക്ഷണിക്കണം. അങ്ങനെ ഒരു മറുപടി സമ്മേളനങ്ങൾ വെച്ചു തരുമോ? ഞങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മറുപടി സമ്മേളനങ്ങൾ വെച്ചു തരുമോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. അതാ. ഇനി ഇവിടെ മറുപടി സമ്മേളനം അല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാൻ ഔദ്യോഗികമായി കത്ത് തരാതെ വേറൊരു ഒറ്റക്ക് പ്രസംഗിച്ചു പോകുന്ന ഏർപ്പാട് പറ്റൂല. മനസ്സിലായ? ഒറ്റക്ക് പ്രസംഗിച്ചു പോകുന്ന പരിപാടി പറ്റൂല. അത് ബന്ധപ്പെട്ട ആളോട് ചോദിച്ചിട്ടാ കണ്ട. ഇപ്പൊ കണ്ടില്ലേ? ബന്ധപ്പെടണം. ഇനി നിങ്ങൾ ബന്ധപ്പെട്ടോളി രാത്രി പോയിട്ട് കേട്ടാ. അടുത്ത് ഉസ്താദ് പറഞ്ഞു പ്രാർത്ഥന ഇബാദത്താന്ന് പറയുന്ന പൊട്ട തെറ്റാണ്. ഇമ്പിച്ചു പോയ തങ്ങളെ ഇത് ഉദ്ധരിച്ചിട്ട് ഞാൻ നേരത്തെ പ്രാർത്ഥന ഇബാദത്താണ്. മണ്ടല്ല ഇങ്ങോട്ട് വാ. ഇമ്പിച്ചു കോയത്തങ്ങളെ ശരിയാക്കി തരാം. ആരാ ചോദ്യാർത്ഥം? അവിടെ ഇരിക്കുമോ? എവിടെയെങ്കിലും നടക്കണത് നിലാത്തലക്കെ കോയിനെ പോലെ അവിടെ ഇരിക്കും. ഇമ്പിച്ചിക്കോയത്തങ്ങൾ പറഞ്ഞു നോണ. ഇതാരോടാ പറയണത്? ഇങ്ങോട്ട് കേൾക്ക്. ഇമ്പിച്ചിക്കോയത്തങ്ങൾ പറഞ്ഞു നോണ. ഇമ്പിച്ചിക്കോയത്തങ്ങളുടെ പേരിൽ രണ്ടാമത്തെ നോണ ഇതാ. ആ കടലാസ് തരാതിരിക്കുന്നതിന്റെ രഹസ്യം പിടുത്തം കിട്ടിയല്ലോ. ഇതാ ഇമ്പിച്ചിക്കോയത്തങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ വായിച്ചു തരാം. പ്രാർത്ഥന ഇബാദത്താണെന്നല്ല ഇമ്പിച്ചിക്കോയത്തങ്ങൾ ഇവിടെ വന്നിരിക്കും. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ് താനും. ശരിക്കും ശ്രദ്ധിക്കണം മോനെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഇമ്പിച്ചിക്കോയത്തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? ഇതാരോടാ പറയണത്? എന്റെ പൊന്നുമോൻ സഹോദരൻ കേൾക്കൂ. എവിടത്തേക്കായി മണ്ടണത്? എവിടെയാ പോണത്? അപ്പോ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ഇമ്പിച്ചിക്കോയത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്രേ പ്രാർത്ഥനയുടെ നിർവചനം. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളെ സംഘാടകരോട് ഇരിക്കുക, അതിനൊന്നും വേണ്ട. മടക്കിമൽ ഉസ്താദേ എന്തിനാ ഇപ്പൊ പോയത് നിങ്ങൾക്ക് മനസ്സിലായിനോ? എന്തിനാ കുട്ടി പോയത് നിങ്ങൾക്ക് മനസ്സിലായിനോ? ഞാൻ പറഞ്ഞുതരാം. അതിന്റെയൊക്കെ അസുഖമുണ്ട്, അതിന്റെയൊക്കെ മരുന്നിന്റെ അടുത്തുണ്ട്. എന്തിനാ പോയതെന്നറിയോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളെ വളണ്ടിയേഴ്സ്
ഹലോ വളണ്ടിയേഴ്സ്, അയാളെ വിടുക, അയാളെ പോകാൻ അനുവദിക്കുക, ആളുകൾ കസാരയിലിരിക്കുക. അയാളെ പോകാൻ അനുവദിക്കുക. സംഘാടകർ, വളണ്ടിയേഴ്സ്, മടക്കിമൽ ഉസ്താദെ ഒന്ന് നിർത്തണം. അയാളെ ബലപ്രയോഗം നടത്തരുത്, അയാൾ പോയിക്കോട്ടെ. സംഘാടകർ, അത് ചെയ്യരുത് കേട്ടോ, അത് ചെയ്യരുത് കേട്ടോ. ഹലോ സംഘാടകരെ, ഈ വാളണ്ടിയേഴ്സിന്റെ ഡ്രസ്സ് ധരിച്ചവർ പറയണം, ആ സഹോദരന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അയാളെ പറഞ്ഞേക്കണം, വേദനിപ്പിക്കരുത്. പിന്നെന്തിനാ അവിടെ കച്ചവടമുണ്ട്? എല്ലാവരും കസേരയിലിരിക്കും. ഹലോ, പുതിയ ക്ലിപ്പ് വരാൻ പോവുക. ഇതാ, നിങ്ങൾ ശ്രദ്ധിക്കുമോ? ചോദിക്കാനാ? സംഘാടകർ, വിക്കായന്റെ ഷർട്ട് ധരിച്ച വോളണ്ടിയേഴ്സ് അയാളെ സൗകര്യത്തോടെ വിടണം. അയാൾ പോയിക്കോട്ടെ, അയാൾ എന്തെങ്കിലും പറഞ്ഞു പോയിക്കോട്ടെ, നിങ്ങൾ അങ്ങോട്ട് പ്രതികരിക്കണ്ട. അയാൾ പറഞ്ഞതിന് നിങ്ങൾ മറുപടി പറയണ്ട, അയാൾ പറഞ്ഞു പോയിക്കോട്ടെ, നിങ്ങളൊന്നും ചെയ്യരുത്. അയാളെ സെക്യൂരിറ്റി നമ്മൾ ആവശ്യമാണ്. ഇരിക്കുന്നവിടെ നന്ദി മുഖാമുഖത്തിന്റെ അല്ലേ? ഇപ്പോ നന്ദി മുഖാമുഖം നിങ്ങൾ നോക്കൂ. മുജാഹിദുകൾ നന്ദിയിലൊരു മുഖാമുഖം നടത്തി. എന്താ വിഷയം? തൗഹീദാണ്. തൗഹീദിനെ പറ്റി പറയാൻ മുജാഹിദുകൾ നന്ദിയിലൊരു മുഖാമുഖം നടത്തി. ആ മുഖാമുഖത്തിന്റെ രസകരമായ സംഭവമാണ് എനിക്ക് കാണാൻ പോകുന്നത്. കണ്ടോളൂ. മുജാഹിദുകൾ വലിയ പോസ്റ്റർ ഇറക്കി. ആ പോസ്റ്ററിൽ പ്രഗത്ഭരായ ഒരുപാട് നേതാക്കളൊക്കെ പേര് കണ്ടു. എന്താ? നന്ദി മുഖാമുഖം. അതിൽ സക്കരിയ സലാഹി പങ്കെടുത്തില്ല. ആ പങ്കെടുക്കാത്തത് മൂപ്പരുടെ മേലിൽ സംഘടനയിൽ നിന്ന് പുറത്തുവിടാൻ മാത്രം ഗൗരവമായ കാരണമായി സംഘാടകർ പരിഗണിച്ചു. അതിനെപ്പറ്റി അദ്ദേഹം പറയട്ടെ, വിശദീകരണം കേട്ടോളൂ. ആക്ഷേപം, നന്ദി മുഖാമുഖത്ത് ഞാൻ വരാതിരുന്നത് ജിന്ന് വിഷയത്തിൽ ചോദ്യം വരുന്ന പേടിച്ചിട്ടാണ്. സക്കരിയ സലാഹിക്ക് ആദർശപരമായ അന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. നോക്കൂ നിങ്ങള്, നന്ദിന് മുജാഹിദുകൾ മുഖാമുഖം വെച്ചു. ഇവിടെയും വെക്കൂ, ഇൻഷാ അല്ലാഹ് രാത്രി ബന്ധപ്പെടട്ടെ എന്ന് പറഞ്ഞല്ലോ. ആ മുജാഹിദുകൾ നന്ദിയിൽ മുഖാമുഖം വെച്ചു. നന്ദിയിൽ സക്കരിയ സലാഹി വന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തത് എന്നതിന്റെ കാരണം അദ്ദേഹത്തിന് ആദർശപരമായി അന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു, ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ജിന്ന് വിഷയത്തിൽ ചോദ്യം വരുമെന്ന് പേടിച്ചിട്ടാണ്. കാരണം മുജാഹിദുകളെ അലട്ടുന്ന വലിയ വിഷയമാണ് ജിന്ന്. അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം നന്ദിയിൽ വരാത്തത്? സംഘാടകർ, ആളുകൾ ഇങ്ങോട്ട് ഇരിക്കണം, കസാരയിൽ ഇരിക്കണം. അടുത്ത ചോദ്യകർത്താവ് വന്നിട്ടുണ്ട്. സംഘാടകർ ഇങ്ങോട്ട് ഇരിക്കണം. എന്താ പറയാൻ എളുപ്പം? അനസ് മൗലവി അറിയാം എന്താ ഞാൻ വരാത്തത്. കണ്ട, സക്കരിയ സലാഹി പറയുന്നു, സക്കരിയ സലാഹി നന്ദിയിൽ മുഖാമുഖത്തിന് വരാത്തതിന്റെ കാരണം അനസിനറിയാം. ആരാ അനസ്? KNMന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രഭാഷകനാ. അനസിനറിയാം. അങ്ങനെ അനസിനറിയാം? സക്കരിയാന്റെ അടുത്ത സുഹൃത്താണ്. ഹനീഫ കായക്കൊടിക്കും അറിയാം സക്കരിയ സലാഹി നന്ദിയിൽ എന്തിട്ടാ മുഖാമുഖത്തിന് വരാത്തത്. അടുത്ത് ഞാൻ പറഞ്ഞു, മുഖാമുഖം നടക്കുന്നത് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ ഇതുകൊണ്ടാണ് വരാത്തത്. എന്താ പറഞ്ഞേ? മുഖാമുഖം നടക്കുന്നത് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ മുമ്പിലാണ്. അതുകൊണ്ടാണ് സക്കരിയ സലാഹി വരാത്തത്. എന്താ നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ മുമ്പിലായതുകൊണ്ട് വരാത്തത്? അവിടെ നല്ല കിതാബ് തിരിയുന്ന കുട്ടികളുണ്ട്, അവർ വന്ന് ചോദിക്കുമ്പോൾ മുട്ടിപ്പോകൂലേ? അതുകൊണ്ടാണ് വരാത്തത്. പറയട്ടെ. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിൽ ശംസുദ്ദീൻമാരത്ത് ഇവിടുന്ന് വന്ന് വണ്ടിയിറങ്ങും, മജീസറായി തിരിച്ചുകൊണ്ട് അക്കാറിലുണ്ടിറങ്ങും. മറ്റേ നിങ്ങളെ മൂന്നാളും മൂന്ന് വട്ടം സ്റ്റേജിൽ കയറണമായി സുന്യാലയത്തുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. മനസ്സിലായില്ലേ? ജമാഅത്ത് ഇസ്ലാമിക്കാരോട് മുഖാമുഖം നടത്താൻ എങ്ങനെയാ പോലും അറിയോ? മജീദ് സലാഹിന്റെ കാർ അവിടെ നിർത്തും, സക്കരിയ സലാഹിന്റെ കാർ അവിടെ നിർത്തും, ഹനീഫ് കായക്കോടിന്റെ കാർ ഇവിടെ നിർത്തും. വേഗം കയറി വന്നിട്ട് ഒരു കാളപൂട്ടൽ സാഹിത്യം വായിച്ചാൽ ജമാഅത്തുകാരോട് മുഖാമുഖം നടത്താം. സുന്നികളോടുള്ള മുഖാമുഖമായിട്ട് അങ്ങനെ നടത്താൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാ? അവർ കിതാബ് തിരിയുന്ന കുട്ടികളാണ്. അളമുത്ര സാഹിത്യം വായിച്ച മുഖാമുഖം കിതാബ് നോക്കിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്ത് എങ്ങനെയാ ചോദ്യം വരിക എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് സുന്നിയുടെ മുമ്പിൽ ചോദ്യം ചെയ്യാൻ പോകാൻ പറ്റുള്ളൂ, മുഖാമുഖം നടത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ഞങ്ങളിപ്പോ മുഖാമുഖം ധൈര്യത്തിൽ നടത്തണം, ആർക്കും ചോദിക്കാം. എത്ര നല്ല നിലക്കാണ് നമ്മൾ പ്രതികരിക്കണത്. പക്ഷേ കോമരം കളിക്കാൻ ചോദ്യകർത്താവ് വന്നിട്ട്
പക്ഷെ അദ്ദേഹം പറയാം സുന്നിയനോട് നമ്മൾ മുഖാമുഖം നടത്തുമ്പോൾ നല്ലോണം പഠിക്കണം. പറയട്ടെ എന്തൊക്കെയാ വേണ്ടത്, ഇതൊക്കെ രസലായി പറയട്ടെ. അപ്പൊ പറഞ്ഞു ഇരിക്കാം എപ്പോഴാ നാളെ ഇരിക്കാം, പെട്ടെന്നായിരിക്കാം. അവസാനം പറഞ്ഞു നാളെ മുഖാമുഖാണ്, നാളെ രാവിലെ എന്തായാലും ഇരിക്കാം. എനിക്ക് ബേജാറില്ലാൻ കാരണം എന്താ അറിയോ, ഈ വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ. എന്താ പറഞ്ഞേ? നന്ദിയിൽ മുഖാമുഖം നടത്താൻ വരുന്ന മുജാഹിദുകൾ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അതുകൊണ്ട് എനിക്ക് വരാൻ കുറച്ച് പേടിയും. ഇതൊക്കെ രസലായി. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം പറയട്ടെ. അത് സ്റ്റേജിൽ വരുമ്പോൾ വ്യക്താകാതിരിക്കണമെങ്കിൽ ഒരു പോളിസി തീരുമാനിക്കണം. എന്നെ ചോദ്യം വന്നാൽ ഏത് രൂപത്തിൽ മറുപടി പറഞ്ഞു നമ്മൾ തമ്മിൽ അഭിപ്രായ പാദപ്രിയ നടത്താൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇരിക്കണം, ഇരുന്നിട്ട് ചർച്ച ചെയ്യണം. എന്ത് ചോദ്യങ്ങളൊക്കെ വരാം, അതിനെന്ത് മറുപടി പറയണം, അതിനവരെന്ത് ഉപചോദ്യം ചോദിക്കും, അത് ചർച്ച ചെയ്തിട്ട് പോകണം എന്നാണ് വിനീതന എന്റെ അഭിപ്രായം. എന്റെ വിവരക്കുറവുകൊണ്ടാണ്. ഇപ്പൊ അങ്ങ് തിരിഞ്ഞല്ലോ വിവരക്കേട്. പറയട്ടെ. എന്താ ചെയ്യാ? അപ്പൊ ഇവര് ഇരിക്കാന്നിട്ട് പിന്നെ അന്ന് രാവിലെ വിളിച്ചു നോക്കുമ്പോ ഒരാൾ സ്വിച്ച് ഓഫും ഒരാൾ ഫോൺ എടുക്കണില്ല. രണ്ടാളും സ്വഭാവം അതാണ്. അപ്പോഴത്തേക്ക് എന്താ പറഞ്ഞേ? ഒരാൾ സ്വിച്ച് ഓഫും ഒരാൾ ഫോൺ എടുക്കുന്നുമില്ല. അത് രണ്ടാൾ അനസിന്റെ അനീഫാന്റെ, അനസ് മൗലവി അനീഫ മൗലവിയും അവർ രണ്ടാളുടെ സ്വഭാവം. ആരും രക്കരേസലായി പറയുന്നത്, ഞങ്ങളൊന്നുമല്ല. എന്നിട്ട് മൂപ്പർ എന്താ ചെയ്തത്? ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോകണ്ടാണ് തീരുമാനം. സക്കറിയ സലായി സ്വിച്ച് ഓഫാക്കി. അങ്ങനെ നന്ദിയിൽ പോകാതിരുന്നു. ഇതാണ് ഞങ്ങൾ നന്ദിയിൽ വരാത്തത്. നിങ്ങൾ ആലോചിക്കൂ സഹോദരാ, തൗഹീദ് എന്ന വിഷയം വെച്ചുകൊണ്ട് ആ വിഷയത്തിൽ സുന്നികൾക്ക് എഴുത്തുകൊടുത്ത് ഔദ്യോഗികമായി ക്ഷണിച്ച് ഒരു മുഖാമുഖം നടത്താൻ മുജാഹിദുകൾക്ക് പേടിയാണ്, ധൈര്യമില്ല. അതാണ് ഇവിടെയും കണ്ടത്. ആ കുട്ടികൾ ഇമ്പിച്ചിക്കോയ തങ്ങളുടെ ബുക്കിലുണ്ട് എന്ന് പറഞ്ഞ നുണയാണ്. എന്താണ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെ ബുക്കിലുള്ളത്? പ്രാർത്ഥനയുടെ നിർവചനമല്ല അവിടെ പറയുന്നത്. ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഇസ്തിആനത്തുണ്ടല്ലോ, സഹായതേട്ടം, അത് പ്രാർത്ഥനയാണ്. അത് ഇബാദത്തിന്റെ ഭാഗമായ പ്രാർത്ഥനയാണ് എന്നാണ് മൂപ്പർ പറഞ്ഞത്. അല്ലാതെ പ്രാർത്ഥനന്റെ നിർവചനം അത് ഇബാദത്താണ് എന്നല്ല. അങ്ങനെ നിർവചനം ബഹുമാനപ്പെട്ട ഇമ്പിച്ചിക്കോയ തങ്ങളുടെ ഈ പുസ്തകത്തിൽ, ഈ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം വളരെ കൃത്യമായി ഇസ്ലാമിക ലോകത്ത് പൂർവ്വസൂരികളൊക്കെ അംഗീകരിച്ച മഹാന്മാരെ ഖബറിന്റെ അടുത്ത് പോയി സഹായം തേടുന്നതിന്റെ തെളിവ് നമ്മളിവിടെ കണ്ടു. അപ്പൊ എന്തൊക്കെയോ പറയാൻ. അതുകൊണ്ട് തന്നെ ഇതെന്താ ഇങ്ങനെ? അപ്പോ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഖബറിന്റെ അടുത്ത് പോയി സഹായം തേടിയതാണ് കണ്ടത്. ഇങ്ങനെ മഹാന്മാരുടെ ഖബറിന്റെ അടുത്ത് പോയി സഹായം തേടുന്നതിന് പരസ്യതം തെളിവുകൾ ധാരാളം, ഒരുപാട് സംഭവങ്ങൾ കാണാം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് വഹാബികൾ സാധാരണ ഉദ്ധരിക്കുന്ന കുറച്ച് ആയത്തുകളുണ്ട്. മടക്കി മലസ്താതെ, എന്താണ് ഇങ്ങനെ സംഭവം? ആര്? മുജാഹിദുകളാ? പിന്നെന്തിനാ നമ്മളെ ആൾക്കാരവിടെ പോയി നിൽക്കുന്നത്? നമ്മളെ പ്രവർത്തകർ ഇങ്ങോട്ട് വന്നിരിക്കണം, സംഘാടകർ നമ്മളെ ആളുകളെ കൊണ്ടുവന്നിരുത്തണം. ഇനി ആരെങ്കിലും ചോദ്യകർത്താക്കളുണ്ടോ? ഉണ്ടോ? ചോദ്യകർത്താക്കളുണ്ടോ? നമുക്ക് കുറച്ച് ദ്വാരത്ത് പിരിയല്ലേ, മഴ പെയ്യുന്നുണ്ട്. ഒരു 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണം. ആ ദിക്റിന്റെ ബർക്കത്തുകൊണ്ട് അത് ചൊല്ലിയിട്ട് മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. അള്ളാഹുവേ, ആ ദിക്റിന്റെ ഖാദിമീങ്ങളെ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. സന്തോഷത്തോടെ പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ അത് ചൊല്ലിയിട്ട് മരിപ്പിക്കാൻ. നോട്ടീസ് ഉണ്ടാ? സന്തോഷത്തോടെ ആ ദിക്ർ ചൊല്ലി മരിക്കാൻ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എല്ലാരും നല്ല ആത്മാർത്ഥമായി കണ്ണുപൂട്ടി ചെല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഒരു 3 സ്വലാത്ത് മദീനത്തേക്ക് അല്ലാഹുവേ ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് പാവപ്പെട്ട ഞങ്ങളെ മദീനയിൽ എത്തിച്ചു തരണം റഹ്മാനേ. റസൂലുള്ളാഹിന്റെ റൗള ശരീഫ് കാണിച്ചു തരണം റഹ്മാനേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ബാദരവായ ഹൗദുൽ കൗസറിൽ നിന്ന് ഞങ്ങളെ കുടിപ്പിക്കണം റഹ്മാനേ.